ഇത് ഭൂകമ്പമാണ്, ഇത് കൊടുങ്കാറ്റാണ്. നമ്മുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് ഗിവിങ്ങും കൂട്ടാം. തുമ്പിയെ പിടിക്കും, തുമ്പി അറിയാം, ഡ്രാഗൺ ഫ്ലൈ. തുമ്പിയെ പിടിച്ചിട്ട് കല്ലെടുപ്പിക്കും ഇങ്ങനെ. നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് പ്രമാണിക്കുമെങ്കിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന അതായിരുന്നു അവരുടെ തെറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 10% കൊടുക്കുമ്പോഴും ഹൃദയത്തിൽ റോങ് ആറ്റിറ്റ്യൂഡായിരുന്നു അവർക്കുണ്ടായിരുന്നു. ന്യായമില്ല, കരുണയില്ല, വിശ്വസതയില്ല, ഒന്നുമില്ല. ബ്ലെസ്സിങ് ടുഡേയുടെ ഓപ്പൺ ടോക്ക് എന്ന പോഡ്കാസ്റ്റിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഓരോ പോഡ്കാസ്റ്റിനും ഞങ്ങളൊരു ചെല്ലപ്പേര് കൂടി ഇട്ടിട്ടുണ്ട്. സത്യം പറയട്ടെ, കുറേ നാളായിട്ട് അടക്കി വെച്ചിരുന്ന എല്ലാം കൂടി പുറത്തോട്ട് വരിക. കാരണം ചില പോഡ്കാസ്റ്റൊക്കെ ഇത്തിരി നീണ്ടു പോകുന്നുണ്ട്. ക്ഷമിക്കണം, സമയമെടുത്ത് കാണണം, മൊത്തം കാണണം, ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. കാരണം ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പഴയ നിയമത്തിനെടുത്ത് പുതിയ നിയമത്തിനെടുത്ത് അനുഭവങ്ങൾ പറഞ്ഞ് അങ്ങനെ പോകുന്നത്. അത് ഗുണം ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ ആർക്കെങ്കിലുമൊക്കെ ഗുണം ചെയ്യും. ഈ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് നമ്മളിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പൊതുവേ ഈ ഒരു സബ്ജക്റ്റ് സാധാരണ ഡിബേറ്റിന് വേണ്ടിയിട്ടും ചർച്ചകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് സാധാരണ ഈ ഒരു സബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. എനിക്കറിയാം, ഞാൻ വളർത്തപ്പെട്ട ഒരു യുവജന വിഭാഗത്തിൽ ഇത്തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ അന്നത്തെ കാലത്തൊക്കെ നടക്കുമായിരുന്നു. പക്ഷെ ഒരു എന്താ പറയുക, ഒരു വൈഡ് റേഞ്ചിൽ നിന്നുകൊണ്ടായിരുന്നില്ല പലപ്പോഴും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ അങ്ങനെ ഒരു വൈഡ് റേഞ്ചിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പ്രേക്ഷകർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്, വിശ്വാസികൾക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ പലരുടെയും നമ്മുടെ കോമൻറ്റ് സെക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പലരുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. നല്ല അഭിപ്രായങ്ങൾ തന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള, അതായത് കൂടുതൽ ഫലപ്രദമാകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞങ്ങൾക്ക് കമൻസുകൾ നൽകിയവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെയും ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾക്കൊരു പക്ഷേ ഈ പഠിപ്പിക്കുന്ന കാര്യത്തോട് വിപരീതമായിട്ടുള്ള ചില ആശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായെന്നിരിക്കാം. ഞങ്ങൾ പറയുന്നത് വീണ്ടും നന്നായിട്ട് ഈ കാര്യത്തെ നല്ല രീതിയിൽ പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുക. ഇന്നും ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ പുതിയ നിയമത്തിലുണ്ടോ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു വലിയ സംശയം. പലപ്പോഴും ഈ പഴയ നിയമത്തിലെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമുക്കൊരു പ്രവണത അറിയാതെ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ പഴയ നിയമത്തിലുള്ള ഒരു കാര്യം അത് പുതിയ നിയമത്തിലെ സഭകൾ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു വലിയ സംശയം കിടക്കുന്നത്. അത്തരത്തിലൊരു കാര്യമാണ്, ഈസ് ദ ടൈത്തിങ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്? ഇത് ഭൂകമ്പമാണ്, ഇത് കൊടുങ്കാറ്റാണ്, ഇത് ബോംബ് ബ്ലാസ്റ്റാണ്. കാരണം ടൈത്തിങ് പുതിയ നിയമത്തിൽ ഉണ്ടോ? ഇതൊരു ഭയങ്കര സംഭവമാണ് ക്രിസ്തീയ ലോകത്തിൽ, ക്രിസ്തീയ ഗോളത്തിൽ അതിഭയങ്കരമായൊരു സംഭവമാണ്. ഇന്ന് മിക്കവാറും മെഗാ ചർച്ചുകളിലും എല്ലായിടങ്ങളിലും ടൈത്തിങ് സിസ്റ്റം ഉണ്ട്. അതെ, ഒന്നുകൂടെ മലയാളത്തിൽ പറയാം, പുതിയ നിയമത്തിൽ ദശാംശം ഉണ്ടോ? ദശാംശം, പതാരം, ചിലർ പറയുന്ന പതാരം എന്നാണ്. 1/10, അതായത് വരുമാനത്തിൻ്റെ 1/10 ദൈവത്തിന് കൊടുക്കണോ, സുവിശേഷ വിലയ്ക്ക് കൊടുക്കണോ, ചർച്ചിൽ കൊണ്ടുപോയി കൊടുക്കണോ, പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കണോ? ഇതാണ് ഇവിടുത്തെ വിഷയം. പുതിയ നിയമത്തിൽ അതുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഞാൻ ആദ്യമേ ഡിസ്ക്ലെയിമർ, ഈ ഉപദേശങ്ങളൊന്നും ആരുടെയും തലയിൽ അടിച്ചേൽപ്പിക്കാൻ നമുക്ക് ആഗ്രഹമില്ല. ഇത് ഡിബേറ്റല്ല, ഇത് തർക്കിക്കാനല്ല. പൗലോസ് 1 കൊരിന്ത്യർ 11 പറഞ്ഞ പോലെ തർക്കിക്കാനുള്ള പരിപാടി ഞങ്ങൾക്കില്ല, ഞങ്ങൾ ദൈവസഭകൾക്കുമില്ല എന്ന് പറഞ്ഞ പോലെ ഇത് തർക്കത്തിനേ അല്ല, ഇത് വിമർശനമല്ല. ഞാൻ വർഷങ്ങളായി പഠിച്ച കാര്യങ്ങൾ, വചനത്തിലൂടെ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ, അത് വളരെ വ്യാപകമായ റിസർച്ച് നടത്തിയ ശേഷമാണ് ഞാനൊരു കാര്യം പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. അതും അധികവും മെൻറ്റേഴ്സിനോടും അല്ല അവരോടൊക്കെ കൺസൾട്ട് ചെയ്യുന്നത്, ഇതിങ്ങനെ തന്നെയാണോ. ഇതിനെല്ലാത്തിനും ശേഷം ഭയങ്കര ഒരു കൺവിക്ഷൻ കിട്ടുമ്പോഴാണ് ഞാനൊരു കാര്യം പൊതുവിൽ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. ഒറ്റയടിക്ക് ഞാനതിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നില്ല. പകരം നമുക്ക് വചനത്തിലൂടെ ഒരു യാത്ര നടത്തി കൺക്ലൂഷനിലെത്തണം. അപ്പോൾ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും സ്ഥാപിക്കാൻ നമ്മളാരും എടുത്തു ചാടണ്ട. പക്ഷേ കാര്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, എവിടെയാണ് ആദ്യമായിട്ട് ടൈത്തിങ് ബൈബിളിൽ കാണുന്നത്?
ഉൽപ്പത്തി പുസ്തകത്തിലാണോ പുറപ്പാട് പുസ്തകത്തിലാണോ അതിനുശേഷമുള്ള പുസ്തകത്തിലാണോ ആരാണ് ഈ സിസ്റ്റം കൊണ്ടുവന്നത്? ദൈവം കൊണ്ടുവന്നതാണോ? ആരെങ്കിലുമായിട്ട് തുടങ്ങി വെച്ചതാണോ? ഇതാണ് നമ്മൾ ആദ്യം ചിന്തിക്കാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലാണ് എൻ്റെ അറിവിൽ ആദ്യമായിട്ട് ടൈത്തിങ് വരുന്നത്. ആരാണിതിൻ്റെ ആള്? അബ്രഹാം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമാണ് ആദ്യമായിട്ട് ടൈത്ത് കൊടുത്തത്, അഥവാ ദശാംശം കൊടുത്തത്. അത് ആർക്കാണ് കൊടുത്തതെന്ന് എല്ലാവർക്കും അറിയാം. മൽക്കീസേദക്കിനാണ് അത് കൊടുത്തത്. അതിനൊരു ചില പ്രത്യേകതകൾ അവിടെ ഉള്ളത്. നമ്പർ 1, ദിസ് വാസ് ബിഫോർ ദ ലോ. മോശയുടെ ന്യായപ്രമാണം വന്നിട്ടില്ല, അതൊക്കെ ഒത്തിരി നാളുകൾക്ക് ശേഷം വരുന്നത്. ആദ്യമായിട്ട് അദ്ദേഹം കൊടുത്തത്. ആൻഡ് ഇറ്റ് വാസ് വോളണ്ടറി. ദർ വാസ് നോ കമാൻഡ്മെൻറ്റ്. ദൈവം പ്രത്യക്ഷനായി എൽഷദായി ഒക്കെ വന്നിട്ട് അബ്രഹാമേ അല്ലെങ്കിൽ അബ്രാമേ, ഇന്ന് മുതൽ നിനക്ക് കിട്ടുന്ന സകല വരുമാനത്തിൻ്റെയും 10% എനിക്കായി വേർതിരിക്കണം. അവിടെ പറഞ്ഞായിട്ട് കാണുന്നില്ല. അബ്രഹാം തന്നെ ഒരു ഇനീഷ്യേഷൻ എടുത്ത് വോളണ്ടറിയായി കൊടുത്തു. പിന്നെ എനിക്ക് ആ കോണ്ടെക്സ്റ്റിൽ മനസ്സിലായത് ദാറ്റ് വാസ് വൺ ടൈം. റെഗുലറായിട്ട് മൽക്കീസേദക്കിനെ കണ്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നില്ല, ആ കോണ്ടെക്സ്റ്റിലില്ല. ഇനി അബ്രഹാമിന് ഇതെങ്ങനെ കിട്ടി? ഇങ്ങനൊരു ഐഡിയ എങ്ങനെ കിട്ടി? അപ്പോൾ അതിന് മുമ്പോട്ടും ഒരു പ്രാക്ടീസ് ഒരു പക്ഷേ ഉണ്ടായിരിക്കാം, പക്ഷേ ദാറ്റ് ഈസ് നോട്ട് റെക്കോർഡഡ്. എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ഒരു ഭാഗം മാറ്റിവെക്കുന്നൊരു പരിപാടി ഏദൻ തോട്ടത്തിൽ തുടങ്ങിയത്. എങ്ങനെ? തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾക്ക് വേണ്ടത്ര കഴിച്ചോ, മൂക്കുമുട്ട കഴിച്ചോ, പക്ഷേ ഒരെണ്ണം തുടരുത്. ഒരെണ്ണം ദൈവത്തിനായി മാറ്റിവെച്ചു. അവർ സിസ്റ്റം കണ്ടു. സിസ്റ്റം. ദൈവമാണെല്ലാം തരുന്നത്, ദൈവമാണ് ദാതാവ്, എല്ലാം സകലവും നൽകുന്നവൻ ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിന് വേണ്ടി ഒരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെ, അല്ലേ, ഒരല്പം നന്ദിയോടുകൂടെ ഒരു ഭാഗം മാറ്റിവെക്കുന്നൊരു സിസ്റ്റം ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങുന്നുണ്ട്. പല ആംഗിളിൽ അതിൽ കാണാമെങ്കിലും ഞാൻ ഇതിനോട് കണക്ട് ചെയ്ത് ഞാൻ പറയാം. അപ്പോൾ ആദ്യമായിട്ട് ആരാണിത് ചെയ്തത്? അബ്രഹാം. അപ്പോൾ തന്നെ ഇപ്പോൾ ആദാമിൻ്റെ കാലത്ത് മാറ്റിയിടണമെന്ന് പറഞ്ഞാൽ അത് മാറ്റിയിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതിനുശേഷം കയീൻ്റെയും ഹാബലിൻ്റെയും കാലം വരുമ്പോൾ ഒരു സാക്രിഫൈസ് കാണുന്നുണ്ട്. എൻ്റെ അർത്ഥം അവർക്ക് കിട്ടിയ, ഇപ്പോൾ ഉദാഹരണത്തിന് കയീനാണെങ്കിൽ കൃഷിഫലത്തിൽ നിന്നും കുറേ അധികം കൊണ്ടുവന്ന് വെച്ചു. ഹാബേൽ ആട്ടിടയനായതുകൊണ്ട് ആടുകളിൽ നിന്നും ഏറ്റവും നല്ലത് നോക്കി അതും ദൈവത്തിന് അർപ്പിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ടൈത്തെന്നോ ദശാംശമൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ദൈവത്തിന് കൊടുക്കുന്നൊരു രീതി എന്ത് പറയുന്നു, അത് നമ്മൾ തുടക്കം മുതലേ കാണുന്നില്ല. മനുഷ്യവംശത്തിൻ്റെ തുടക്കം മുതൽ, ആദ്യത്തെ മനുഷ്യൻ മുതൽ, ആദ്യത്തെ കുടുംബം മുതൽ ഇങ്ങോട്ട് അതിങ്ങനെ കണ്ട് വരുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നെ എനിക്കൊരു ഇതിനിടയിൽ കയറിയാണ് ഞാൻ സംസാരിക്കുന്നെങ്കിലും, പിന്നെ എങ്ങനെയാണ് ഈ ഒരു ടൈത്തിങ് എന്ന് പറയുന്നത് അതൊരു ലീഗൽ റിക്വയർമെൻറ്റ്സിലേക്ക്, അല്ലെങ്കിൽ ഒരു നിയമാനുസൃതമായ ഒരു ആവശ്യകത എന്ന് പറയുന്ന അങ്ങനെ ഒരു ലീഗലിസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്തരത്തിലോട്ട് പിന്നീട് മാറ്റപ്പെട്ടതെന്നും കൂടെ ഒന്ന് പറയാമോ? അതിലോട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ അബ്രഹാം ഇത് ചെയ്തു, പക്ഷേ അടുത്തത് യാക്കോബ് ഇത് ചെയ്തു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ യാക്കോബ് ദൈവത്തോട് പറയുകയാണ്, നീ എന്നെ ഇതുപോലെ അനുഗ്രഹിക്കുക, ഇതെല്ലാം ചെയ്യുമെങ്കിൽ എനിക്ക് ലഭിക്കുന്നതിൻ്റെ 10% ഞാൻ നിനക്ക് തന്നേക്കാം. ഒരു നേർച്ച നേരുന്ന പോലെ അങ്ങനെ. അപ്പോൾ അബ്രഹാമിനേക്കാൾ ഒരുപക്ഷെ അതൊരു റെഗുലറായിട്ട് കൊടുത്തതാകാം, കിട്ടുന്നതിൻ്റെയൊക്കെ ഒരു 10% കൊടുക്കുന്ന രീതി യാക്കോബും തുടങ്ങി വെച്ചായിട്ട് കാണാം. അവിടെയും ഒരു കൽപ്പന കാണുന്നില്ല, നിയമം കാണുന്നില്ല, പക്ഷേ വോളണ്ടറി ആയിട്ട് കൊടുക്കുന്നു. അദ്ദേഹം തന്നെ ഒരു സമയത്തെ അങ്ങ് കൊടുക്കുകയാണ്, അല്ലാതെ അവിടെ ദൈവം ഡിമാൻഡ് ചെയ്തിട്ടില്ല. ദൈവത്തോടുള്ളൊരു നന്ദി, കർത്താവ് ഇതെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ദൈവത്തിനായത് ഞാൻ മാറ്റുന്നു, ആ രീതിയിൽ ചെയ്തു. ഇനി ക്ഷമാ സിസ്റ്റർ ചോദിച്ച ചോദ്യത്തിലോട്ട് നമ്മൾ വരാൻ പോകാം. വെൻ ഡിഡ് ടൈത്തിങ് ബിക്കം മാൻഡേറ്ററി? സോ എപ്പോഴാണ് ഈ ടൈത്തിങ് മാൻഡേറ്ററി ആയിട്ട് അല്ലെങ്കിൽ കമ്പൾസറി ആയിട്ട് മാറിയത്? എപ്പോഴാണെന്നറിയാമോ? ലെവിറ്റിക്കസ്, നമ്പേഴ്സ്, ഡ്യൂട്രോണമി. ഓക്കെ, ഈ 3 പുസ്തകങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇത് നിയമമായി, അതായത് മോശയുടെ കാലത്ത് ഇതൊരു നിയമമായി മാറി. സർവ്വജനവും ലഭിക്കുന്നതിൻ്റെ 10% ദൈവത്തിന് കൊടുക്കണമെന്നുള്ള നിയമം വന്നു. അപ്പോൾ അതിനു മുമ്പ് ഒരിക്കലും നിയമമില്ല, അവർ സ്വമേധയാ കൊടുത്തുള്ളൂ. പക്ഷെ ഇത് ആർക്കാ കൊടുക്കുന്നത്? അവിടെ പറഞ്ഞിട്ടുണ്ട്,
ദ ലിവൈറ്റ്സ്, Yeah. ലേവ്യന്മാർക്ക് കൊടുക്കണം. ടെമ്പിൾ സർവീസ് അവർക്ക് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഫെസ്റ്റിവൽസിന് വേണ്ടി ഉപയോഗിക്കാം. ദരിദ്രർക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതിനു വേണ്ടിയാണ് ദശാംശം എല്ലാം കൂടി കളക്ട് ചെയ്ത ശേഷം ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്രായേലിന് വേണ്ടി ഇത് നിയമമായി എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ അവർ പലതിനും ടൈത്ത് കൊടുക്കേണ്ടി വന്നു. ഒറ്റ ടൈത്തല്ല അവർക്ക്. കാരണം ഒന്ന് മൃഗസമ്പത്ത്, കൃഷി, ഇങ്ങനെയൊക്കെയാണല്ലോ. ഇതിൽ നിന്നാണ് അത് വരുന്നത്. ഇനി ആരാണിത് കൊടുക്കേണ്ടിയിരുന്നത്? ഈ നിയമം, ഈ ലോ അനുസരിച്ച്, അതായത് മോശയുടെ നിയമം അനുസരിച്ച് ആരാണിത് കൊടുക്കേണ്ടത്? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓൺലി കവനൻറ്റ് ഇസ്രായേൽ, ഉടമ്പടിയുടെ കീഴിലുള്ള ഇസ്രായേൽ ജനമാണ് ഇത് കൊടുക്കേണ്ടത്. നോ ജെൻറ്റൈൽ നേഷൻസ്. ഇതവർക്ക് ആപ്ലിക്കബിൾ അല്ല. ഉടമ്പടിയിൽ ഒറ്റ ജനമേ ഉള്ളൂ അക്കാലത്ത്, ഇസ്രായേലാണ്. അവരോടാണ് ദൈവം കൽപ്പിച്ചത് ഈ 10% നിങ്ങൾ കൊടുക്കണം. ഇനി അവർ കൊടുത്തുകൊണ്ടിരുന്ന, അന്നത്തെ രീതിയിൽ അവർ കൊടുത്തുകൊണ്ടിരുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേണമെങ്കിൽ കുറിച്ച് വയ്ക്കുന്ന നല്ലതാണ്. ഒന്ന് ടൈറ്റ്സ് അഥവാ ദശാംശം. ലെവിറ്റിക്കസ് 27:30, ലേവ്യ പുസ്തകം 27:30 കാണാം. 2 ഫസ്റ്റ് ഫ്രൂട്ട്സ്, ആദ്യഫലം. ഏത് കൃഷിയുടെയും മൃഗത്തിൻ്റെയും സകലത്തിൻ്റെ ആദ്യഫലം കൊടുക്കണം. ഡ്യൂട്രോണമി 26:2, ആവർത്തന പുസ്തകം 26:2, നമ്പേഴ്സ് 18:15, സംഖ്യാപുസ്തകം 18:15. ഇത് കൂടാതെ ഒരു സാധനം കൂടിയുണ്ട്, ഫ്രീ വിൽ ഓഫറിങ്സ്. അതിനുള്ള സ്വമേധാദാനം അല്ലെങ്കിൽ ചില വഴിപാടുകൾ, സ്തോത്ര കാഴ്ചകൾ എന്ന് പറയുന്നത്. ഡ്യൂട്രോണമി 16:10, ആവർത്തന പുസ്തകം 16:10. ഇങ്ങനെയാണ് അത് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ആരാണ് കൊടുക്കേണ്ടത്? ഉടമ്പടിയുള്ള ഇസ്രായേൽ മാത്രം. അതിനുവേണ്ടി ദൈവം കൽപ്പിച്ചതാണ്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക്, അപ്പോൾ പഴയ നിയമത്തിലെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. യഹൂദന്മാർക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് മാത്രം മാൻഡേറ്ററി ആയിട്ട് നൽകപ്പെട്ടിരുന്ന ഒരു മോശയിലൂടെ വന്ന ഒരു കൽപ്പന എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇനി ഇത് ഇപ്പം നമ്മളാരും യഹൂദന്മാരല്ലല്ലോ. അപ്പം നമുക്ക് പുതിയ നിയമത്തിലെ കാര്യമാണല്ലോ നമുക്ക് പ്രാമുഖ്യമായിട്ടുള്ളത്. അപ്പോൾ യേശു കർത്താവ് തന്നെ ടൈത്തിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, ഒരു ഉപദേശം സ്ഥാപിക്കുന്നതിന് മുന്നമേ യേശു അത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ തുളസി, ചതുകുപ്പ, ജീരകം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ പതാരം കൊടുക്കുന്നതിനെ കുറിച്ച് യേശു കർത്താവ് അവിടെ പരാമർശിച്ചിട്ട്, അപ്പം അതുകൊണ്ട് യേശു കർത്താവ് മീൻ ചെയ്തിരിക്കുന്നത് പുതിയ നിയമത്തിലെ വിശ്വാസികൾ ഇതേപോലെ പഴയ നിയമത്തിൻ്റെ ആ ഒരു പ്രമാണമായിട്ടുള്ള ദശാംശത്തെ പിന്തുടരണം എന്നുള്ളതാണോ? ദിസ് ഈസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം വർഷങ്ങൾ എന്നെ കുഴക്കിയൊരു ചോദ്യമാണത്. കാരണം പുതിയ നിയമത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട് ദശാംശം. അതായത് പരീശന്മാർ ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തയോടെ ദശാംശം കൊടുക്കുന്നു. എന്നിട്ട് 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ, അതായത് മത്തായി 5:20, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിലും പോകില്ല. അതിൻ്റെ അർത്ഥം അവർ കൊടുത്തതിനേക്കാൾ കൂടുതലായി ഈ കാര്യങ്ങളിൽ പോലും നിങ്ങൾ കൊടുക്കണം എന്നല്ലേ? അപ്പോൾ പുതിയ നിയമത്തിൽ ദശാംശം ഇല്ലേ? ഇതാണ് ചോദ്യം. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. ജീസസ് വാസ് സ്പീക്കിംഗ് ടു ഫാരിസീസ് അണ്ടർ ദ ലോ. ഇത് ഒത്തിരി പേർക്ക് ഐ ഓപ്പണറാകാൻ വേണ്ടി ഞാൻ പറയുകയാണ്. യേശു ശുശ്രൂഷിക്കുന്ന സമയത്തും, അതായത് ഗോസ്പൽസ് നടക്കുന്ന സമയത്ത്, യേശു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്തും ന്യായപ്രമാണമാണ്. ഈ ന്യായപ്രമാണം പിന്നെ എപ്പോഴാണ് ഷിഫ്റ്റ് ആകുന്നത്? അതായത് ഓൾഡ് കവനൻ്റ് മാറി ന്യൂ കവനൻറ്റിലോട്ട് വരുന്നത് എപ്പോഴാണ്? ഇതാണ് ചോദ്യം. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇതെന്താണ്? ഒരു ക്രോസ്. യേശു കർത്താവിൻ്റെ ക്രൂശിന് മുൻപുള്ള കാലഘട്ടം പഴയ നിയമമാണ്. യേശു കർത്താവിൻ്റെ ക്രോസിന് ശേഷമുള്ള ബ്രോഡ്ലി, അത് ഇതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? പുതിയ നിയമം വരുന്നത്. ഇത് സംസാരിക്കുന്ന എപ്പോഴാണ്? മത്തായി 23. യേശു കർത്താവ് ക്രൂശീകരിക്കപ്പെടുന്നതിന് മുമ്പാണോ ശേഷമാണോ? ക്രൂശീകരിക്കപ്പെടുന്നതിന് മുമ്പ്. തീർച്ചയായിട്ടും. അപ്പോൾ ഏത് നിയമത്തിലാണ് ഇത് നിൽക്കുന്നത്? പഴയ നിയമം. ഇറ്റ് ഈസ് സോ ക്ലിയർ. സോ പഴയ നിയമത്തിന് കീഴിലുള്ള പരീശന്മാരോടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ
നിങ്ങൾക്ക് ലഭിക്കുന്ന എന്തൊക്കെയാണ് പറഞ്ഞത്? ജീരകം, ചതകുപ്പ, തുളസി, തുളസി. ഇതിലെല്ലാത്തിലും എന്ന് വെച്ചാൽ 10 തുളസിച്ചെടി ഉണ്ടെങ്കിൽ അതൊരു ഒരെണ്ണം ഒരു ബഞ്ചെടുത്ത് ദൈവത്തിന് വേണ്ടി മാറ്റും. ജീരകത്തിൽ പോലും ഒരു വിശ്വസ്തരായിരുന്നു. അത്രയ്ക്ക് കണിശമായി ന്യായപ്രമാണം പാലിക്കുന്നവരായിരുന്നു പരീശന്മാർ. അതായത് യഹൂദ മതത്തിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ അവർ നിൽക്കുന്നത്. ഈ ശൗൽ അല്ലെങ്കിൽ പിന്നീട് പൗലോസായി തീർന്ന അദ്ദേഹം ഒരു പരീശനായിരുന്നു. എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിങ്ങനെ കീറി മുറിച്ച് ബൈസെക്റ്റ് ചെയ്ത് അതുപോലും കൃത്യമായി അനുസരിക്കുക. ന്യായപ്രമാണപ്രകാരം അവൻ കുറ്റമില്ലാത്തവൻ, ഒരു കുറ്റം ആരോപിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. ക്രൂശിന് മുമ്പുള്ള കാലഘട്ടം പഴയ നിയമം, ക്രൂശിന് ശേഷമുള്ള കാലഘട്ടം പുതിയ നിയമം. കുറച്ചുകൂടി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേൽക്കുക കൂടി ചെയ്യുമ്പോഴാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. കുറച്ചുകൂടി പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലോട്ടും കൂടി വരുമ്പോഴാണ് അത് ആപ്ലിക്കബിൾ ആകുന്നത്. എങ്കിലും ഞാൻ ബ്രോഡ്ലി ഞങ്ങൾക്ക് ഈ ക്രോസ് കാണിക്കാൻ കാരണം ഇത് തമ്മിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇതിനു മുമ്പുള്ള കാലഘട്ടം പഴയ നിയമം, ഇതിനു ശേഷമുള്ളത് പുതിയ നിയമം. അപ്പോൾ യേശു കർത്താവ് സംസാരിച്ചത് ആരോടാണ്? ന്യായപ്രമാണത്തിൽ കീഴിലുള്ള ആളുകളോടാണ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. സോ അതുകൊണ്ട് തന്നെ ഈ കാര്യം മാത്രമല്ല, ഈ മത്തായിയുടെ ഈ സുവിശേഷങ്ങളിലെല്ലാം യേശു പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഗലാത്യർ 4:4 പറയുന്നത് പോലെ കാലസമ്പൂർണ്ണത വന്നപ്പോൾ യേശു കർത്താവ് ഒരു സ്ത്രീയുടെ സന്തതിയായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി. മത്തായി 5 പറയുന്നത് ന്യായപ്രമാണത്തെ നീക്കുവാൻ വേണ്ടിയിട്ടല്ല, അതിനെ നിവൃത്തിയാക്കാൻ വേണ്ടിയത്രേ ഞാൻ വന്നത്. അപ്പോൾ പല കാര്യങ്ങളും യേശു കർത്താവ് സംസാരിക്കുമ്പോൾ ന്യായപ്രമാണത്തിന് കീഴിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ പെസഹ രാത്രിയിൽ അവൻ എന്ത് ചെയ്തു? പാനപാത്രം എടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. അപ്പോഴും നിവൃത്തിയായിട്ടില്ല. പിറ്റേ ദിവസം ക്രൂശിൽ കയറി ആ പാനപാത്രത്തിൽ അതായത് രക്തം ചിന്തിക്കഴിയുമ്പോഴാണ്, അതായത് ഏതെങ്കിലും ഒരു ടെസ്റ്റമെൻറ്റ്, ഏതെങ്കിലും ഒരു വിൽ പ്രാബല്യത്തിൽ വരണമെങ്കിൽ വില്ലെഴുതിയ ആൾ മരിക്കണം. ക്ലിയർ ആണോ? വില്ലെഴുതിയ ആൾ മരിക്കണം, അപ്പോഴാണ് അതിന് നിയമം വരുന്നത്. അങ്ങനെ അവൻ മരിച്ചു. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇപ്പം നമ്മളെവിടെയാണ്? ഇപ്പം ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, നമ്മൾ പുതിയ ഉടമ്പടിയുടെ കീഴിലാണ്. ഈ ഒരു കാര്യം നമുക്കറിയാമെങ്കിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇത് എവിടെയാണെന്നുള്ള വെളിവ് കിട്ടും. ഞാൻ ഇത് എനിക്കുള്ളതാണ്, യഹൂദനുള്ളതാണ്, ഒത്തിരി പ്രശ്നം ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ക്രിസ്തീയ സഭകളിൽ ഇന്ന് കാണുന്നത് ഈ പഴയ നിയമത്തിലുള്ള പല നിയമങ്ങളും ഇവിടെ നോക്കി ഈ പഴയ നിയമത്തിലുള്ള പല കാര്യങ്ങളും ക്രൂശിനെയും ക്രോസ് ചെയ്ത്, അതായത് ക്രോസിനെയും ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് കയറി. എന്നിട്ട് എന്ത് ചെയ്തു? യേശു കർത്താവ് പറഞ്ഞ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ പറഞ്ഞതും മോശ പറഞ്ഞതും തമ്മിൽ അങ്ങ് മിക്സ് ചെയ്തൊരു മിക്സ്ചർ ഉണ്ടാക്കി. ഇപ്പം എന്നിട്ട് ചെയ്യുന്നത് പല ക്രൈസ്തവ സഭകളും അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് വെർഷനിലാണ് ജീവിക്കുന്നത്. അതായത് ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റമെൻ്റ് മിക്സ് ചെയ്ത് രണ്ടും കൂടി ചേർത്ത് കുറേ ഇതിൻ്റെ കുറേ അതിൻ്റെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു വെർഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞ ദശാംശം എന്നാണ് എനിക്ക് മനസ്സിലായി. കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് ഈ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചില വചനങ്ങളിലോട്ടൊക്കെ നമുക്ക് പോകാം. നമ്മൾ പഴയ നിയമത്തിൻ്റെ കാര്യത്തിൽ നിന്ന് വന്ന് യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നു. ഇനി കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിലേക്ക് വരാം. അപ്പോൾ ഈ ടൈത്തിങ് എന്ന് പറയുന്ന കറക്റ്റ്, അത് ദശാംശം എന്ന് പറയുന്ന ഒരു കറക്റ്റായിട്ടുള്ളൊരു വാക്ക് അപ്പസ്തോല പ്രവൃത്തിയിലോ ലേഖനങ്ങളിലോ ഒന്നും തന്നെ നമ്മൾ കാണുന്നില്ല. പക്ഷെ കൊടുക്കുക, അത് ഗിവിങ് എന്ന് പറയുന്ന, അത് ഔദാര്യമായിട്ട് കൊടുക്കുന്നതിനെ കുറിച്ച്, ധർമ്മശേഖരണം നടത്തുന്നതിനെ കുറിച്ച് ഒക്കെ പലവട്ടം വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു ഗിവിങ് എന്ന് പറയുന്നത് സത്യത്തിൽ അത് ദശാംശമാണോ ഉദ്ദേശിക്കുന്നത്? അതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വലിയൊരു കാര്യം. ചോദിച്ചത് നന്നായെന്ന് ഞാൻ പറയുന്നു. നമുക്കെല്ലാവർക്കും വേണ്ടി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, അതായത് യേശുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞു, അതിനുശേഷം യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം എപ്പോഴെങ്കിലും ദശാംശം കൊടുക്കണമെന്നുള്ള കൽപ്പന ഉണ്ടോ? അതായത് പുതിയ നിയമവിശ്വാസികൾ ദശാംശം കൊടുക്കണമെന്ന് പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും, അതായത്
ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തിയിലുണ്ടോ, റോമാലേഖനത്തിലുണ്ടോ, ഗലാത്യ ലേഖനത്തിലുണ്ടോ, ഫിലിപ്പിൽ ഉടൻ തുടങ്ങി അങ്ങോട്ട് 10%. ഈ 10% വിശ്വാസികൾ കൊടുക്കണം എന്ന് എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ പറ. നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് വിശ്വാസികൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതായത് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ഒത്തിരി പ്രാവശ്യം ശിഷ്യന്മാരൊക്കെ സംസാരിച്ചല്ലോ, അപ്പോഴോ അല്ലെങ്കിൽ ശിഷ്യന്മാരോ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. അതേസമയം ക്ഷമ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗിവിങ്ങിനെ കുറിച്ചുള്ള പലതുണ്ട്. ഞാൻ ബ്രോഡ്ലി പറയുവാണെങ്കിൽ വളരെ ജനറസ് ആയിട്ട് കൊടുക്കണമെന്നും, അതുപോലെ നിങ്ങളുടെ കഴിവിനൊത്തവണ്ണം കൊടുക്കണമെന്നും, സന്തോഷത്തോടെ കൊടുക്കണമെന്നും ഒക്കെയുള്ള, അതായത് ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച്, അതായത് ഒരു പ്രത്യേക ഒരു നിയമത്തിലല്ല. അതായത് മോശെ കൽപ്പിച്ചതുപോലെ ഇത്ര അംശം 10, 12, 15, 7 അങ്ങനെ ഒരു കൃത്യമായത് ഒരിക്കലും പുതിയ നിയമത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങനെ ഒന്നില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മപ്രേരിതമായി ഒരു ജനറസ് ആയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ നടത്തും. ആത്മപ്രേരിതമായി എന്ന് പറയാൻ കാരണം പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ പ്രേരിപ്പിക്കും. ക്ഷമ സിസ്റ്റർക്ക് ഇതുപോലെ പ്രേരണ കിട്ടിയിട്ടുണ്ട്, ഇന്ന ആൾക്കൊരു ഇത് കൊടുക്കണം, ഇന്ന ദേവദാസന് ഇത് കൊടുക്കണം. നിങ്ങൾക്കുണ്ടായി കാണും, എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ട് ചിലർക്ക് കൊടുക്കണം. ഈ രീതിയിലെല്ലാം നമുക്ക് പുതിയ നിയമത്തിൽ കൊടുക്കണം. പക്ഷേ ഒരു കൽപ്പനയായിട്ട് 10% കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും എങ്ങും കാണുന്നില്ല. ഇവിടെയാണ് പുതിയ നിയമത്തിലെ കൊടുക്കലും പഴയ നിയമത്തിലെ കൊടുക്കലും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം വെളിപ്പെടുന്നത്. പഴയ നിയമത്തിൽ അവർ കൊടുത്തത് ദേ ഗേവ് ബൈ ദ ലോ. പുതിയ നിയമത്തിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? വി ഗിവ് ബൈ ഗ്രേസ്. അതുപോലെ തന്നെ വചനത്തിലുണ്ട്. ഇതാണ് എന്നെ സ്വതന്ത്രമാക്കിയത്. കാരണം തുടക്കകാലത്ത് എല്ലായിടത്തും എവിടെ ചെന്നാലും ഈ ദശാംശത്തെക്കുറിച്ചുള്ള ടീച്ചിങ്സ് കേട്ട് 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 കയ്യിലോട്ട് കുറച്ച് പൈസ കിട്ടിയാൽ തന്നെ ഭയങ്കരമായ അകത്തൊരു ഇതാണ്, ദശാംശം മാറ്റണ്ടേ. കാരണം ഒരു ഭയമാണ്. അങ്ങനെ ഒരു ഭയമുള്ളത് കൊണ്ട്, കാരണം വചനത്തിൽ യേശു പോലും പറഞ്ഞിട്ടുണ്ട്, 23-ാം അധ്യായം മത്തായിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൊടുക്കണ്ടേ അങ്ങനെ ഒരു രീതി. പക്ഷേ പുതിയ നിയമത്തിൽ അങ്ങനെ കൊടുക്കാനല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. പകരം കൃപയാൽ ദൈവത്തോടുള്ള സ്നേഹവും സന്തോഷവും കൊണ്ട്, നമ്മളുടെ നന്ദി കൊണ്ട് നമ്മളത് കൊടുക്കണം. അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ ചില വചനങ്ങൾ ഞാൻ പറഞ്ഞു തരും, അത് കുറിച്ചും വയ്ക്കണം. പക്ഷേ എനിക്ക് മനസ്സിലൊരു കാര്യം, ഗ്രേസ് ഗിവ്സ് മോർ ദാൻ ദ ലോ. അതിൻ്റെ മലയാളം എന്ന് പറയും, ന്യായപ്രമാണത്തെക്കാൾ അധികം കൃപ കൊടുക്കും. അതാണ് എനിക്ക് മനസ്സിലായത് അവസാനം. ഈ 10 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു ശതമാനത്തിൽ തളച്ചിടാതെ ഭയങ്കരമായ ജനറോസിറ്റിയോടുകൂടി കൊടുക്കുന്നതാണ് ഗിവിങ് അണ്ടർ ഗ്രേസ്. ഇതാണ് എന്നെ ലിബറേറ്റ് ചെയ്ത സത്യം. അതാണ് ഞാനിന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് ഇത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ദശാംശം ഇതുപോലെ പഠിപ്പിക്കുന്ന പല സഭകൾ അതിനെതിരല്ല. ഞാൻ ഒരു സഭയ്ക്കെതിരല്ല, ഒരു ടീച്ചിങ്ങിനെതിരല്ല. പുതിയ നിയമത്തിൽ വാസ്തവത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് വചനത്തിലൂടെ കണ്ടെത്തുക. ഇത്രയും മാത്രം. കാരണം ചിലർക്ക് പേടി വരും, ഇപ്പോൾ ദശാംശം വേണ്ട, പുതിയ നിയമത്തിൽ ദശാംശം വേണ്ട, ഇനി ആരും കൊടുത്തില്ലെങ്കിൽ എങ്ങനെ സഭകൾ മുന്നിലോട്ട് പോകും, എങ്ങനെ പാസ്റ്റേഴ്സിന് ശമ്പളം കൊടുക്കും, എങ്ങനെ സുവിശേഷങ്ങൾ മുന്നിലോട്ട് പോകും? സത്യമല്ലേ പറയുന്നത്? പുതിയ നിയമത്തിൽ ദശാംശമില്ലെന്ന് പഠിപ്പിച്ചെന്നിരിക്കട്ടെ. ഉടൻ തന്നെ എല്ലാ ദേവദാസന്മാർക്കും സഭാ നേതൃത്വത്തിനും എല്ലാവരും ഭയങ്കര പേടി വരും. ഇല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ തരുന്നില്ല, പിന്നെ എങ്ങനെ കാര്യങ്ങൾ മുന്നിലോട്ട് പോകും? കാരണം ബൈബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, സുവിശേഷ വേല ചെയ്യുന്നവൻ അതിനാൽ ഉപജീവിക്കണം. അതിനോട് ചേർത്തൊരു കാര്യം, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. ഇതെല്ലാം എടുത്ത് അപ്പോസ്തലന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കേണ്ടത്. പൗലോസിൻ്റെ ടീച്ചിങ്സിലേക്ക് വരികയാണെങ്കിൽ 2 അധ്യായങ്ങൾ, അഥവാ 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 8 and 9 ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിലെ ഗിവിങ് എങ്ങനെ ആയിരിക്കണം? മോശ കൽപ്പിച്ചതുപോലെയല്ല.
അബ്രഹാം കൊടുത്തതുപോലെയല്ല, യാക്കോബ് കൊടുത്തതുപോലെയല്ല, പിതാക്കന്മാർ കൊടുത്തതുപോലെയല്ല. കൃപയിൽ ജീവിക്കുന്ന നമ്മൾ കൊടുക്കേണ്ട മെത്തേഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ടീച്ചിങ് തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനിടയിൽ എനിക്കറിയാം അടുത്ത പോയിന്റ് ധാരാളം കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ടെന്ന്. പക്ഷെ അതിനിടയിൽ ഒരു കാര്യം ഞാൻ വേഗത്തിലൊന്ന് ചോദിക്കുകയാണ്. ഈ പഴയ നിയമത്തിലെ ഈ ഗിവിങ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഭയം തോന്നുന്ന കുറച്ച് വചനങ്ങൾ കൂടെ അതിനോട് കൂടെ ചേർത്തിട്ടുണ്ട്. എസ്പെഷ്യലി മലാക്കിയുടെ പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിലാണ് ദശാംശത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആലയത്തിലേക്ക് നിങ്ങളുടെ ദശാംശം മുഴുവൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ കൊള്ളയടിക്കാനാകുമോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കൊള്ളയടിച്ചിരിക്കുന്നു, നിങ്ങളുടെ ദശാംശവും ഓഫറിങ്സും ഒക്കെ നിങ്ങൾ എടുത്ത് മാറ്റിയിരിക്കുന്നതിലൂടെ നിങ്ങൾ എന്നെ കൊള്ളയടിച്ചിരിക്കുന്നു. ഈ വചനഭാഗങ്ങളൊക്കെ പലപ്പോഴും പല ദൈവദാസന്മാരും പ്രസംഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കും. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്, നമുക്ക് പെട്ടെന്നൊരു ഭയം തോന്നും. തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് അങ്ങനെ നമ്മളെ അങ്ങനെ ഒരു വാക്ക് യൂസ് ചെയ്ത കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നമ്മളെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന പോലെ നമുക്കൊന്ന് തോന്നിപ്പോവും. ഓക്കെ, ഒരു ഭയവും ഒരു ഭീഷണിയും ഒക്കെ നമുക്കിങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഗിവിങ്ങിൻ്റെ ആ ടീച്ചിങ്ങിനകത്ത് ഇങ്ങനൊരു ഭയത്തിൻ്റെയും ഭീഷണിയുടെയും ഒക്കെ ആവശ്യമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിലില്ല. ഞാൻ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ ഈ ക്രോസ് കാണിച്ചിട്ട് പറഞ്ഞു, ഇതിന് ഇപ്പുറത്തോട്ടുള്ളത് മുഴുവൻ ഓൾഡ് ടെസ്റ്റമെൻറ്റ്, ഇപ്പുറത്തേക്കുള്ളത് ന്യൂ ടെസ്റ്റമെൻറ്റുമാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ രണ്ടിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വ്യത്യാസമുണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, അതുപോലെ ഐഫോണിനൊരു iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റമുണ്ട്. ഇതുപോലെ പഴയ നിയമത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫിയറാണ്. യാക്കോബിൻ്റെ ഭയമായവൻ, നിങ്ങൾ ഭയപ്പെടുക, യഹോവയെ ഭയപ്പെട്ട്, മനസ്സിലായോ? അപ്പോൾ പഴയ നിയമത്തിൽ അനുസരിപ്പിക്കണമെങ്കിൽ, ജനങ്ങളെ കൽപ്പനകൾ അനുസരിപ്പിക്കണമെങ്കിൽ പേടിപ്പിക്കണം. അതിന് കാരണം എന്താ? കൃപയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്നവരുടെ അകത്ത് പരിശുദ്ധാത്മാവില്ല. എഴുതിയിരിക്കുന്ന കൽപ്പന കൽപ്പലകയിലാണ്, കല്ലിലാണ് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞ ഈ നിയമം ഞാൻ മാറ്റിയിട്ട് ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എൻ്റെ കൽപ്പന എഴുതുന്ന ഒരു കാലം വരും. അതാണ് പുതിയ നിയമത്തിൻ്റെ കാലം. ആ കാലം വന്നു. അപ്പോൾ പഴയ നിയമത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞ് കമൻറ്റ് സെക്ഷനിൽ നിന്നിട്ടേ, ഭയം, പേടിച്ച്. അപ്പം ഈ പ്രവാചകന്മാരെന്താ ചെയ്യുന്നത്? കർത്താവിനെ തട്ടിക്കളയും. മര്യാദക്കല്ലെങ്കിൽ തുള്ളനും വെട്ടിക്കളയും, നിന്റെ മൊത്തം തിന്നുകളയും, ആകാശത്തെ അടക്കും, ഭൂമി ഫലം തരില്ല, നിൻ്റെ എല്ലാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 15 മുതൽ താഴത്തോട്ട് വായിച്ചാൽ മൊത്തം ശാപമാണ്, അനുസരിക്കാത്തവർക്കുള്ള ശാപമാണ്. ഇങ്ങനെ ഒരു ത്രട്ടണിങ്ങിലും ഭയപ്പെടുത്തലുമാണ് പഴയ നിയമം നിലനിന്ന് പോകുന്നത്. എന്നാൽ ഇവിടെ നോക്ക്, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നറിയാമോ? ലവ്, സ്നേഹമാണ്. കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറി. പക്ഷെ അത് സഭകൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഗിവിങ് പോലും സ്നേഹത്തിലാണ്. ക്ഷമ പറഞ്ഞ് വളരെ വാസ്തവം. കാരണം എൻ്റെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു ഈ ക്രിസ്ത്യൻ ടെലിവിഷൻ നമുക്ക് ഇവിടെ കിട്ടുക എന്നുള്ളത്. അങ്ങനെ ഒത്തിരി അതിനുവേണ്ടി ഓൺലൈൻ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് ചെറുപ്പകാലത്ത്. എല്ലാ ദേവദാസന്മാരും ഇത് പ്രാർത്ഥിക്കുക, ഭാരതത്തിൽ ക്രിസ്ത്യൻ ടെലിവിഷൻ വരണമേ. അങ്ങനെ പറഞ്ഞു ഒരു കാലത്ത് വന്നു, TBN വന്നു, പിന്നെ ഏതാണ് മറ്റേ ഡേ സ്റ്റാർ വന്നു, മിറക്കിൾ നെറ്റ് വന്നു. ഇതെല്ലാം വന്നപ്പോൾ പുറത്തുള്ള വലിയ മെഗാ ചർച്ചുകളിലെ പാസ്റ്റേഴ്സിൻ്റെ പ്രീച്ചിങ്സ് നമുക്ക് കിട്ടുക. അതിന് മുമ്പത്തെ ഒരു കാലം ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ ഒരു ടേപ്സ് ഒക്കെ ആരെങ്കിലുമൊക്കെ വിദേശ രാജ്യത്തു നിന്ന് കൊണ്ടുവന്ന്, അല്ലേ, എന്തൊരു വീഡിയോ കാസറ്റും ഓഡിയോ കാസറ്റൊക്കെ വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചാനൽ ട്യൂൺ ചെയ്ത് കാണാം. അപ്പോൾ നമ്മൾ കൊതിയോടുകൂടി ദേവദാസന്മാരുടെ പ്രസംഗം കേൾക്കും. അപ്പോഴാണ് മലാഖി 3:10 എടുത്തിട്ട് തകർക്കുക പാസ്റ്റേഴ്സ്. യു ആർ റോബിങ് ഗോഡ് എന്ന് പറയുമ്പോൾ, അയ്യോ കർത്താവ്, ഞാൻ കണക്ക് നോക്കട്ടെ, എനിക്ക് വല്ലതും ഞാൻ കൊടുക്കാനുണ്ടോ, ഞാൻ കർത്താവിനെ കൊള്ളയടിക്കുമോ, കർത്താവിൻ്റെ പോക്കറ്റ് അടിക്കുമോ, ഞാൻ അങ്ങനെയുള്ള ഭാഷകൾ സംസാരിക്കുക. മാത്രമല്ല യു ആർ അണ്ടർ എ കേഴ്സ് എന്ന് പറയുമ്പോൾ, കർത്താവ് ഞാൻ ശാപത്തിലാണോ,
ഈ വാതിൽ തുറന്ന് കിടക്കണം, തുള്ളനും വെട്ടുക്കിളിയും എല്ലാം കൂടി എൻ്റെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ പിന്നെ അടുത്തൊരു പ്രീച്ചിങ് ആണ്, നീ ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ അത് ആശുപത്രി കൊടുക്കും. തീർന്നു. എന്നെങ്കിലും ഒരു ആശുപത്രിയിൽ പോകുന്ന സമയം വരുമ്പോൾ ഉടനെ ചിന്തിക്കുന്നത്, ഞാൻ എവിടെയെങ്കിലും കർത്താവിന് കൊടുക്കാനുണ്ടോ, കണക്കൂട്ടി തെറ്റിയിട്ടുണ്ടോ, ഓർമ്മയുണ്ടോ? ഇങ്ങനെയുള്ള രീതിയിലുള്ള പ്രീച്ചിങ്സ് വന്നു. എന്തുകൊണ്ട്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറിയില്ല. ഭയപ്പെടുത്തി അനുസരിപ്പിക്കുക. അങ്ങനെയും ചെയ്യും ആളുകൾ, ചെയ്യുന്നു, കാരണം പേടിച്ചിട്ട് അനുസരിക്കും. അങ്ങനെയും സഭ നടന്നു പോവും, സാമ്പത്തിക കാര്യങ്ങൾ നടക്കും. പക്ഷേ ഹാർട്ടിൻ്റെ ആറ്റിറ്റ്യൂഡ് കറക്റ്റല്ല. ചെയ്തത് കറക്റ്റായിരിക്കും, കൃത്യമായിട്ട് കണക്ക് നോക്കി കൊടുത്തു. ഇപ്പോൾ പറമ്പുള്ളൊരു ആൾ, കുറേ തെങ്ങുണ്ട്, ഒരു 150 തെങ്ങുണ്ട്, അതിലെ നാളികേരം എല്ലാം കൂടി വന്നപ്പോൾ മൊത്തം എണ്ണി 1700 തേങ്ങ, 170 മാറ്റി ദശാംശം കൊടുത്തു. ഇത് യഹൂദൻ ചെയ്തതാണ്. യഹൂദന് വേണ്ടി ദൈവം കൊടുത്ത കൽപ്പനയാണിത്. അതായത് കൃത്യം 10 മാറ്റുക എല്ലാത്തിലും, അല്ലേ? ചതകുപ്പ, പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്, തുളസി, ജീരകം, ചെറിയ കാര്യങ്ങൾ പോലും അവർ കൊടുത്തിരുന്നു. ഇത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നോ, വി ആർ ജെൻറ്റൈൽസ്, വി ആർ നോട്ട് അണ്ടർ മൊസൈക്ക് ലോ. അപ്പോൾ അവിടെ പറയുന്ന ടീച്ചിങ് ഇതാണ്, ചില നിയമങ്ങൾ ഇറ്റേണലാണ്. മനസ്സിലാകുന്നുണ്ട്? ചില നിയമങ്ങൾ ഇറ്റേണലാണ്. അങ്ങനെ പറയാൻ കാരണം, എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായത്തിലേക്കാണെന്ന് തോന്നുന്നു, യേശുവിനെയും മൽക്കീസേദക്കിനെയും വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞത്, ഈ ചിലത് ഈ ക്രൂശിൽ വെച്ച് തീർന്നു, പക്ഷേ ചിലത് ക്രൂശും കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ദശാംശം. അതിന് കാരണം അതായത് മോശയുടെ നിയമം വരുന്നതിന് മുമ്പും ദശാംശമുണ്ട്. അബ്രഹാം കൊടുത്തു, യാക്കോബ് കൊടുത്തു. കേൾക്കുന്നുണ്ട്? മോശയുടെ നിയമം വരുന്നതിന് മുമ്പ് ദശാംശമുണ്ട്. മോശയുടെ നിയമം തീർന്ന ശേഷവും ദശാംശം നിലനിൽക്കുക, കാരണം ഇത് ഇറ്റേണലാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ അത് വീണ്ടും വന്നിരിക്കുന്നത്. പക്ഷേ എബ്രായ ലേഖനം ആ ഭാഗം എടുത്ത് പഠിച്ചു പോകണം. ജസ്റ്റ് എ കമ്പാരിസൺ. എന്താണ് അവിടെ പറയുന്നത് അറിയാമോ? മൽക്കീസേദക്കിനെ പോലെ ഒരു മഹാപുരോഹിതൻ ഇതാ യേശു എഴുന്നേറ്റിരിക്കുന്നു. ഏത് മഹാപുരോഹിതനെയും പോലെയും അല്ല ഈ മഹാപുരോഹിതൻ. അവൻ ആകാശത്തൂടെ പോയവൻ, പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ. ഇങ്ങനെയുള്ളൊരു മഹാപുരോഹിതനല്ലോ നമ്മുടേത്. ഈ യേശുവിൻ്റെ മഹാപൗരോഹിത്യത്തെ പറയാൻ വേണ്ടി ഒരു പരാമർശം എന്നുള്ളതല്ലാതെ പുതിയ നിയമത്തിലെ വിശ്വാസികൾ ദശാംശം കൊടുക്കണമെന്ന് അവിടെ ഇംപ്ലിക്കേഷൻ ഇല്ല. വായിച്ചു നോക്കിക്കോ, ഇന്ന് തന്നെ വായിച്ചു നോക്കിക്കോ. ഞാൻ ഒത്തിരി പ്രാവശ്യം വായിച്ചു, അതുകൊണ്ടാണ്. ജസ്റ്റ് ഒരു കമ്പാരിസണാണ് പഴയ പുരോഹിതന്മാരെയും യേശുവും തമ്മിലുള്ള. പക്ഷേ എനിക്ക് അറിയാവുന്ന, ഇപ്പോൾ പുതിയ നിയമത്തിൽ ദശാംശം ഇല്ല എന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് അറിയാവുന്ന ഒരു അറിവിൽ നിന്നുകൊണ്ട് പറയുകയാണ്, എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും. അതെ, കൂടുതൽ കൊടുക്കണമെന്ന് പറയും. കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് ആ കൊടുക്കുന്നതിലൂടെയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു അനുഗ്രഹത്തെ ദൈവം കൂടുതലായിട്ട്, ദൈവത്തെ സേവിക്കുന്നതിലൂടെ ദൈവം നന്മകൾ നമുക്ക് നൽകും. പക്ഷെ കൊടുക്കുന്നതിലൂടെ, ഇപ്പോൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ നേരത്തെ പരാമർശിച്ച പോലെ, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് പ്രമാണിക്കുമെങ്കിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമുണ്ട്. ബട്ട് അതോടൊപ്പം തന്നെ ഗിവിങ് കൂടെ ചെയ്യുമ്പോൾ അതിനകത്ത് എന്താ പറയുക, സാമ്പത്തിക മേഖലയുടെ മേൽ വളരെയധികം അനുഗ്രഹങ്ങളും നന്മകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ സഭയിൽ ഇത്തരത്തിൽ ദശാംശം, ഈ ഗിവിങ് എന്ന് പറയുന്ന സംഭവത്തെക്കാളും ഈ ദശാംശമാണ് പലയിടത്തും പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പാസ്റ്ററിൻ്റെ അതിന് ആ പഠിപ്പിക്കുന്ന എന്തെല്ലാം രീതി വരെയാണ് സാധാരണ രീതിയിൽ അത്തരത്തിലുള്ള സഭകൾ പഠിപ്പിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള പാസ്റ്ററിൻ്റെ അഭിപ്രായം. അത് മാത്രമല്ല, ഈ 10% എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ചില ആളുകൾ പറയും, അയ്യോ ഞങ്ങളുടെ മൊത്തം ശമ്പളം 20,000 രൂപയുള്ളൂ, ബാക്കിയുണ്ട് വാടകയും എല്ലാം കൊടുക്കാനായിട്ട് തികയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ 10% താഴെ കൊടുക്കുന്ന ചില വിശ്വാസികൾ ഇത്തരത്തിൽ പറയുന്ന സഭകളിൽ കണ്ടേക്കാം. ചില ആളുകൾ 10% കൂടുതൽ കൊടുക്കുന്നവർ കണ്ടേക്കാം. അപ്പോൾ ഈ കുറച്ച് കൊടുത്താൽ ആ വിശ്വസ്തതയൊക്കെ കുറഞ്ഞ് കുറച്ചും കൂടി ശാപത്തിൻ്റെ കീഴേ ആയി പോകുമോ, അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, അതിനകത്ത് സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ഇതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പാസ്റ്ററിൻ്റെ ഒരു അഭിപ്രായം പറയാമോ? പുതിയ നിയമത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ശരിക്കും പഠിപ്പിക്കേണ്ടത് ടൈത്തിങ് അല്ല, ഗിവിങ് ആണ്. ദശാംശം കൊടുക്കുക എന്ന് പറയുന്നതിനേക്കാൾ
സ്നേഹത്തോടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ടീച്ചിങ്ങാണ് വരേണ്ടത്. ഇനി ചില സ്ഥലങ്ങളിൽ ദശാംശം പരമ്പരാഗതമായതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദശാംശം പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവം ന്യായം വിധിക്കുമോ? അങ്ങനെയൊന്നുമില്ല. അതും ഗിവിങ് തന്നെയാണ്. പക്ഷേ ജൂയിഷ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്ത് തന്നേ ഉള്ളൂ. ഇവിടെ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം സിസ്റ്റത്തിലല്ല, ഹാർട്ടിലാണ്. ശതമാനത്തിലല്ല, ഹൃദയത്തിലാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, 10% മാത്രമേ ദൈവത്തിൻ്റെ ആയിട്ടുള്ളൂ, 100 ദൈവത്തിൻ്റെ അല്ലേ? ഈ വെളിവാണ് ആദ്യം വരേണ്ടത്. എൻ്റെ കയ്യിൽ വരുന്ന സകലതും അവൻ്റേതാണ്. യോഹന്നാൻ 17-ാം അധ്യായത്തിൽ യേശു കർത്താവ് പിതാവുമായിട്ടുള്ളൊരു സംസാരമുണ്ട്. അവിടെ പറയുന്ന ഒരു പ്രാർത്ഥനയുടെ വാചകം ഇങ്ങനെയാണ്: ഓൾ മൈൻ ആർ ദൈൻ ആൻഡ് ദൈൻ ആർ മൈൻ. വാട്ട് എ റിലേഷൻഷിപ്പ്! ഒന്ന് ചിന്തിച്ചു നോക്കി. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേതെല്ലാം എൻ്റേതുമാകുന്നു. കൊരിന്ത്യർ ലേഖനത്തിലും പൗലോസ് എടുത്തു പറയുന്നത് ഇതെല്ലാം നിങ്ങളുടേതാകുന്നു, അപ്പൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മുടെ അകത്തൊരു വലിയ പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകണം. ഇത് വളരെ ട്രിക്കിയാണ്. ഞാനീ പറഞ്ഞാൽ എത്രത്തോളം പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയൊരു കാര്യം, യഹൂദന്മാർക്ക് ദൈവം കവനൻറ്റ് ഇസ്രായേലിന് ഉടമ്പടി ചെയ്ത് ഇസ്രായേലിന് ദൈവം കൊടുത്ത ന്യായപ്രമാണം നമ്മൾ തൂക്കിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. പകരം ആ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നാണ് കർത്താവ് നമ്മളെ ലിബറേറ്റ് ചെയ്തത്. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്, കർത്താവേ സകലവും നിൻ്റേതാണ്. ഞാനിപ്പോൾ പറഞ്ഞു കറക്റ്റല്ല. കർത്താവേ ഞാനും നിൻ്റെയാണ്. ഈ ആറ്റിറ്റ്യൂഡിൽ വേണം നമ്മൾ കൊടുക്കാൻ. അല്ലാതെ കൊടുക്കുന്നതൊന്നും പുതിയ നിയമത്തിൻ്റെ രീതിയല്ലെന്നുള്ള, അതും കൊടുക്കൽ തന്നെയാണ്. അതിൻ്റേതായ അനുഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ദശാംശം കൊടുത്ത് എത്ര പേർ അനുഗ്രഹിക്കപ്പെട്ടു. അവരുടെ മക്കളൊക്കെ ദശാംശം എന്ന പേരിൽ തന്നെ സഭകളിൽ പഠിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെല്ലാം ഇന്ന് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് കൊടുക്കുന്നത് പാപമാണെന്നോ റോങ് ആണെന്നോ ഒന്നുമല്ല പറയുന്നത്. നമ്മളിവിടെ വരുത്തേണ്ട ചേഞ്ച് ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചാണ്. ഗ്രേസ് ഗിവിങ് നമ്മൾ പഠിക്കണം പുതിയ നിയമത്തിൽ. അങ്ങനെയെങ്കിൽ ഈ കാണുന്നതൊന്നുമല്ല നടക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് ജൂയിഷ് സിസ്റ്റം പാലിച്ചിട്ട് നമ്മളിങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ പുതിയ നിയമത്തിൻ്റെ സിസ്റ്റത്തിൽ, പുതിയ നിയമത്തിൻ്റെ രീതിയിലെങ്ങാലും നമ്മൾ ചെയ്താൽ എന്തായിരിക്കും സഭകൾ നടക്കാൻ പോകുന്നത്, എന്തായിരിക്കും വ്യക്തികൾ നടക്കാൻ പോകുന്നത്? കർത്താവ് തന്നെ സുവിശേഷത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങളിൽ ആരെങ്കിലും, മർക്കോസ് 10-ലാണെന്ന് തോന്നുന്നു, കർത്താവ് പറയുക, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ വീടോ നിലങ്ങളോ വസ്തുവകകളോ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ 100 മടങ്ങും. അവിടെ ഒരിക്കലും ശതമാനം പറഞ്ഞില്ല, നിലങ്ങൾ, വസ്തുവകകൾ. യഹൂദനോടാണെങ്കിൽ 10 പറഞ്ഞു, 10%, 10% എന്ന് പറഞ്ഞു. കർത്താവ് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവ് അതല്ല പറയുന്നത്, എൻ്റെ നിമിത്തമോ സുവിശേഷ നിമിത്തമോ എന്ന് വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞു. നിലങ്ങൾ, നിലത്തിൻ്റെ 10 പറഞ്ഞു. അങ്ങ് എഴുതി കൊടുത്താൽ, കർത്താവിന് വേണ്ടി കൊടുത്താൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ 100 മടങ്ങും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും പ്രാപിക്കാത്തവനായി ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കർത്താവ് ആ സിസ്റ്റം മാറ്റി മാറ്റി കൊണ്ടുവരികയാണ്. പരീശന്മാരോട് സംസാരിച്ചപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ കണ്ടോ, അത് കവനന്റ് ഇതിൽ നിൽക്കുന്നവർ, അവരോട് പറഞ്ഞു നിങ്ങൾ ഇതിലെല്ലാം കൊടുത്തിട്ട് ന്യായപ്രമാണത്തിൽ കൂടുതൽ ഘനമായ കുറേ ഉണ്ട്, ന്യായം, കരുണ, വിശ്വസ്തത തുടങ്ങി, ഇത് നിങ്ങൾ വിട്ടും കളഞ്ഞു. അതായിരുന്നു അവരുടെ തെറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 10% കൊടുക്കുമ്പോഴും ഹൃദയത്തിൽ റോങ് ആറ്റിറ്റ്യൂഡായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ന്യായമില്ല, കരുണയില്ല, വിശ്വസ്തയില്ല, ഒന്നുമില്ല. പക്ഷേ കൃത്യമായിട്ട് കാൽക്കുലേറ്ററിൽ അടിച്ച് 10 തേങ്ങ മാറ്റി, 10 ജീരകം മാറ്റി, 10 ചതകുപ്പ് മാറ്റി, തുളസി മാറ്റി, എല്ലാം മാറ്റി. പക്ഷേ പഴയ നിയമത്തിൽ അത് മതിയായിരുന്നു, അങ്ങനെ ആയിരുന്നു രീതി. പക്ഷേ കർത്താവ് ഇന്ന് പണിയുന്നത് അകത്താണ്. ആ സ്നേഹവും എന്താ പറയുന്നത്, ആ ഒരു നന്ദിയും ഒക്കെ നമ്മുടെ അകത്ത് വരുമ്പോൾ, വാവ്! ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞോട്ടെ, തെറ്റിദ്ധരിക്കരുത്.
കഴിഞ്ഞ ദിവസം ചില ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ, ക്ഷമ സിസ്റ്റർക്ക് 100 പറയാനുണ്ടായിരിക്കും, നിങ്ങൾക്കും പറയാൻ കാണും. ഈ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ പ്രേരിപ്പിക്കും. ഇപ്പം നമ്മുടെ സഭയിൽ ഒരു ആവശ്യങ്ങൾക്ക് വരുമ്പോൾ ഞാൻ സാറിന് പറയുന്ന കാര്യം, നിങ്ങൾ ദൈവത്തോട് ചോദിക്കും, കർത്താവ് അകത്തെന്ത് കാണിക്കുന്നത് അത് ചെയ്യാൻ പറയും. ഒരു ദിവസം ഞങ്ങൾ കുറച്ച് പേര് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവദാസനുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ കാണുക, നോർത്ത് ഇന്ത്യയിൽ കുറേ നാൾ മുമ്പ് കുറേ സഭകൾ ഇടിച്ചു പൊളിച്ചു. ഓർമ്മയുണ്ടോ? 100 കണക്കിന് സഭകൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഇടിച്ചു പൊളിച്ചു. ഞാൻ കാണും ഈ മനുഷ്യൻ, ഈ ദൈവദാസൻ പൊളിച്ചു കളഞ്ഞ സഭകൾ റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ വിടർന്നു. അദ്ദേഹം മൊബൈലെടുത്ത് കാണിച്ചു വന്നു. എന്നോട് ദൈവാത്മാ പറഞ്ഞു, പൊളിച്ച സഭകൾ പണിത് കൊടുക്കാൻ പറയും. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പ്രവചിക്കും അദ്ദേഹത്തോട്. മൊബൈലെടുത്ത് കാണിച്ചു, തറ പൂർത്തിയായ, അതായത് പൊളിച്ച തീവച്ച സഭ, പൊളിച്ച് കളഞ്ഞൊരു സഭ, അദ്ദേഹം തറ കെട്ടിക്കഴിഞ്ഞു. ഇത് പ്രവചിച്ച് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കും. ഇത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ പറയും, നിൻ്റെ കയ്യിലിരിക്കുന്ന ആ പൈസ ഈ ദൈവദാസന് കൊടുക്കാൻ പറയും. അപ്പോൾ എൻ്റെ കയ്യിലൊരു എമൗണ്ട് ഇരിപ്പുണ്ട്. ഞാൻ ഉടനെ ബാഗിൽ പോയി അതെടുത്ത് ഈ ദൈവദാസന് കൊടുത്തു. ഇത് ടൈത്താണോ? അല്ല, നോ. മുഴുവനോ കൊടുക്കുന്നത്? എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം എടുത്ത് കൊടുത്തു. ഇത് കൊടുത്തോണ്ട് പറയില്ല. അപ്പോൾ ഇങ്ങനെ ഇത് വിളിച്ച് പറഞ്ഞ ഉടനെ തന്നെ പറയും, കർത്താവ് തന്നെ പറഞ്ഞു, വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയരുത്. ചിലരെന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇത് വെച്ചോ, എനിക്ക് റെസിപ്റ്റും വേണ്ട, എനിക്ക് കണക്കും വേണ്ട, കർത്താവ് പറഞ്ഞിട്ടുണ്ട് വലങ്കൈ കൊടുക്കുന്ന ഇടങ്കൈ അറിയരുത്. ചില ആളുകൾ വന്നിട്ട് എന്നോട് ചോദിക്കും, എന്ത് ഞാൻ തന്ന അതിൻ്റെ കൃത്യമായ റെസിപ്റ്റ് എനിക്ക് കിട്ടണം, കാരണം ഇവിടെ വല്ല കള്ളത്തട്ടിപ്പ് നടക്കുന്നുണ്ടോ. 2 കൂട്ടരെയും നമ്മൾ കാണും. പക്ഷെ അവിടെ വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയരുത് എന്ന് പറയുന്നത് അതൊരു ഹെബ്രായിക് യൂസേജാണ്, അതൊരു ഹൈപ്പർ ബലിയാണ്. ചില കാര്യങ്ങൾ എംഫസൈസ് ചെയ്യാൻ വേണ്ടി അതിനെങ്ങനെ പെരുപ്പിച്ച് പറയുന്നൊരു രീതി ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ പോകുന്നത്, ഇറ്റ് ഈസ് എ ഹൈപ്പർ ബലി. നമ്മുടെ മലയാളം ലാംഗ്വേജിലുണ്ട്, എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. ഒത്തിരി വലുതാക്കി പറയുക എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ്, പഞ്ച് കൊണ്ടാൻ വേണ്ടി പറയുന്നതാണ്. ഇതുപോലെ ഉള്ള ഒരു കാര്യമാണ് യേശുവിടെ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം റെസിപ്റ്റ് എഴുതരുതെന്നോ, നമുക്ക് ഗവൺമെൻറ്റിൽ കണക്ക് കൊടുക്കണം, ഇതെല്ലാം അക്കൗണ്ട് ചെയ്യണം, ഇത് ചെയ്യരുതെന്നോ ഒന്നും അതിനർത്ഥമില്ല. അത് കൊട്ടിഘോഷിക്കരുത്. കാരണം അവിടെ പരീശന്മാരോടാണ് അതും പറയുന്നത്. അന്ന് അവർ കൊടുത്ത ശേഷം കുഴലൂതിക്കുമായിരുന്നു റോഡിൽ നിന്നുകൊണ്ട്. ഞാൻ ഈ ദാനധർമ്മങ്ങൾ കൊടുത്ത ശേഷം പെരുവഴിയിൽ നിന്നുകൊണ്ട് കുഴലൂത്തുകാരെ കൊണ്ട് കുഴലൂതിക്കും. കാരണം ഞാൻ വലിയൊരു കാര്യം ചെയ്തു, എന്താണ്, ജനറസ് ആയിട്ടുള്ളൊരു മഹാമനസ്കരാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനാണെന്ന് അറിയിക്കാൻ വേണ്ടി വിളംബരം ചെയ്യുമായിരുന്നു. അതിനെതിരെയാണ് യേശു സംസാരിക്കുന്ന ഭാഗത്ത് അത് പറയുന്നത്. അതല്ലാതെ ഞാൻ ഈ പറയുന്നതും ഞാനിങ്ങനെ കൊടുത്തെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഒരു ഉദാഹരണം പറയുകയാണ്. സ്പിരിറ്റ് ലെറ്റ് ഗിവിങ്. അപ്പം ഇതൊക്കെ ഇതിനുള്ള പോസിബിലിറ്റിയാണ് പുതിയ നിയമത്തിൽ നമുക്കുള്ളതെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഈ പുതിയ നിയമത്തിൽ കൃപയുടെ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള ഒരു ഗിവിങ് ആണ്. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കുകയാണ്. കൃപയുടെ അടിസ്ഥാനപ്പെട്ടിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ, കൃപയിൽ നിന്നാണല്ലോ ഇത് കൊടുക്കുന്നത്, അതെ, ഗ്രേസിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൊടുക്കുമോ ഗ്രേസ്, അതോ കൂടുതൽ കൊടുക്കാൻ പ്രേരിപ്പിക്കുമോ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഗ്രേസ് ഗിവ്സ് മോർ ദാൻ ലോ, ശരിക്കുള്ള ഗ്രേസ് ആണെങ്കിൽ. പക്ഷേ ഇത് മുതലെടുക്കുക ആളുകൾക്ക്. ഇത് കൃപാകാലമാണ്, പ്രത്യേകിച്ച് 10% വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് തോന്നി ഞാൻ കൊടുക്കും. 10 രൂപയെ ഇതാ കിടക്കുന്നു. അത് കൃപയല്ല, അത് പിശുക്കാണ്, നന്ദിയില്ലായ്മയാണത്, അല്ലേ? ഞാൻ പറയുന്നത്, നമ്മളെ കർത്താവ് സ്വതന്ത്രമാക്കിയത് ഈ യഹൂദൻ ചുമന്നുകൊണ്ട് നടന്ന, അവർക്ക് ചുമക്കാൻ പറ്റാതിരുന്ന ഈ ഭാരിച്ച ഭാണ്ഡക്കെട്ട് അഥവാ ന്യായപ്രമാണം അവർക്കും പറ്റിയില്ല, ആർക്കും പറ്റാനും പോകുന്നില്ല. യേശു കർത്താവ് അത് നിവൃത്തിയാക്കുകയും ചെയ്തു കാൽവരി ക്രൂശിൽ. എന്നിട്ട് നമ്മൾ തിരിച്ചു പിടിക്കേണ്ട ആവശ്യമുണ്ടോ? പകരം ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ സ്നേഹിച്ച്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ശരിക്കുള്ള ഗ്രേസിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ യഹൂദന്മാർ കൊടുത്തതിനേക്കാൾ കൂടുതൽ പുതിയ നിയമത്തിലെ ഒരു ദൈവ പൈതൽ കൊടുത്തിരിക്കും. അല്ലെങ്കിൽ അത് ഗ്രേസ് അല്ല, ഇത് വേറെ കളിയാണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേറെയാണ്. ഇത് സ്നേഹത്തിൻ്റെ കളിയാണ്. ഞാൻ പറയട്ടെ, സ്നേഹിക്കുന്ന ഒരാൾ, യോഹന്നാൻ 15:13 കർത്താവ് പറയുന്നത് ജീവൻ കൊടുക്കുന്ന, സ്നേഹിതന്മാർക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ആർക്കുമില്ല. അതാ സ്നേഹം. അതില്ലെങ്കിൽ
എന്ത് ജീവിതമാണ്? നമുക്ക് വേണ്ടി ജീവൻ തന്നവന് നമ്മുടെ ജീവനും സമയവും സകലവും സമർപ്പിക്കുന്നില്ലെങ്കിൽ വി ആർ ഡൂയിങ് അനദർ റിലിജൻ. യെസ്. അങ്ങനെയെങ്കിലേ ഈ പുതിയ നിയമത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൻ്റെ കാര്യത്തിലാണ് ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു മെഷറുണ്ടല്ലോ, നമുക്ക് എപ്പോഴും ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇത്ര കണക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കണക്കിൽ വെട്ടുക, ഈ കണക്കിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു കണക്കില്ല, പകരം കൃപയാണ്. അത് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന തലത്തിലാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന തലത്തിൽ നമ്മൾ എത്തി നിന്നാലേ ഇതൊക്കെ കേൾക്കാനും പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. എങ്കിലും ഒരു സഭാവിശ്വാസി എന്ന നിലയിൽ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ പറ്റിയ പ്രായോഗിക നടപടികൾ എന്തൊക്കെയായിരിക്കും? വചനത്തിലൂടെ തന്നെ നമുക്ക് നോക്കാം. ഇത് എൻ്റേതായ ഒരു സിസ്റ്റമാണെന്ന് ആളുകൾ ചിന്തിക്കും. ഞാൻ കണ്ടെത്തിയതാണ്. നോ, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ബൈബിളിൽ ഈ സാധനം ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഇനി പറയുന്നത് പറ്റുവാണെങ്കിൽ ഒന്ന് കുറിച്ച് വെക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് പുതിയ നിയമത്തിൽ ആദിമ ക്രൈസ്തവ സഭ എങ്ങനെ ചെയ്തു? ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് എന്ത് ചെയ്തു നോക്കിയാൽ പോരെ? ഞാൻ കഴിഞ്ഞ ഏതൊക്കെയോ പോഡ്കാസ്റ്റുകൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. സുവിശേഷങ്ങളിൽ കർത്താവ് ഒരു കാര്യം കൊണ്ടുവന്ന് കൽപ്പന പോലെ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ അവർ പ്രാവർത്തികമാക്കുന്നു. ലേഖനങ്ങളിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻസും അവിടുത്തെ ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളും പറയുന്നു. ഇങ്ങനെയാണ് കിടപ്പ്. അങ്ങനെയെങ്കിൽ ആദ്യമായി നമ്മൾ അറിയേണ്ടത് നമ്പർ 1 കുറിച്ച് വയ്ക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ഗീവ് ourselves to God and to the ministers. ഞാൻ നേരത്തെ പറഞ്ഞു 2 കൊരിന്ത്യർ 8-9 അധ്യായങ്ങളിലാണ് ഇതിൻ്റെ മെയിൻ ടീച്ചിങ്സ് പൗലോസ് കൊണ്ടുവരുന്നത്. പോളൈൻ എപ്പിസൽസിൽ ഏറ്റവും ശക്തമായ ടീച്ചിങ് ഇതിനെക്കുറിച്ച് കിടക്കുന്നു. അതിൽ 2 കൊരിന്ത്യർ 8:5 പൗലോസ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് മാസിഡോണിയൻ ചർച്ചിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ മാസിഡോണിയൻ ചർച്ചിൽ അന്ന് ഭയങ്കരമായ പ്രശ്നങ്ങളിലൂടെ പോവുകയാണ്. പീഡനങ്ങൾ നിമിത്തം തന്നെ പല വിശ്വാസികൾക്ക് ജോലിയില്ല. ജോലിയുള്ളവരെ പിരിച്ചുവിടുകയാണ്, നിങ്ങൾ പോയി ജീവിക്കുക. അങ്ങനെ വന്നപ്പോൾ കൊടും ദാരിദ്ര്യത്തിലായി. ആ സമയത്ത് ഈ കൊടും ദാരിദ്ര്യത്തിൽ പോലും അവർ ആദ്യം തങ്ങളെ തന്നെ ദൈവത്തിനും അതിനുശേഷം ശുശ്രൂഷകരുടെ കയ്യിലോട്ടും അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യത്തെ സമർപ്പണം കാശല്ല, നമ്മളെ തന്നെ സമർപ്പിക്കണം. ദിസ് ഈസ് സംതിങ് ഹ്യൂജ്. എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 50-ാം സങ്കീർത്തനം 51-ാം സങ്കീർത്തനത്തിലോ കർത്താവ് കുറേ കാര്യങ്ങൾ എണ്ണിപ്പെറുക്കി പറയുന്നുണ്ട്. പറയുന്നത് ഈ പർവ്വതങ്ങളുള്ള എല്ലാം എൻ്റെ അല്ലേ, കാട്ടിലുള്ള സകല മൃഗങ്ങളും എൻ്റെ അല്ലേ, അവിടെയുള്ള സകല നിങ്ങളുടെ എന്തെങ്കിലും കിട്ടിയിട്ട് വേണം എനിക്ക് ചിലവിന് കഴിയാൻ എന്ന അർത്ഥത്തിൽ കർത്താവ് അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുക്കുന്ന പോക്കറ്റ് മണി കൊണ്ട്, അതായത് 10 രൂപ നമ്മൾ സ്വോത്രക്കാഴ്ച ഇട്ടു, അല്ലെങ്കിൽ 2000 രൂപ ദശാംശം കൊടുത്തു, എനിക്ക് വലിച്ച് നീട്ടി തിരുമി കൃത്യമുള്ള കൂടുതലൊന്നും കർത്താവിൻ്റെ കയ്യിൽ എത്തൂലല്ലോ, ഞെരുക്കി ഒരു തുരത്തിലാക്കി കൊണ്ടുപോയി ഇട്ട് പോലെ പോ എന്നും പറഞ്ഞുകൊണ്ട് ഇട്ടു. ഇത് കിട്ടിയിട്ട് വേണം കർത്താവിന് അവിടെ സ്വർഗം ഓടിക്കുക അല്ലെങ്കിൽ ഭൂമിയിലെ കാര്യങ്ങൾ നടത്താൻ. നമ്മൾ ചിന്തിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ഈ എന്തെങ്കിലും ഇപ്പോൾ ഒരു കൺവെൻഷൻ വന്നു, ഒരു കോൺഫറൻസ് വന്നു, അല്ലെങ്കിൽ ഒരു പരസ്യയോഗം വന്നു, അല്ലെങ്കിൽ ഒരു ക്രൂസൈഡ് വന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതികൾക്കാണെങ്കിൽ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തു, അല്ലെങ്കിൽ ചർച്ചിൻ്റെ ബിൽഡിങ്ങിന് കൊടുത്തു, ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് കൊടുത്തു, ചാറ്റി കൊടുത്തു. നമ്മൾ എത്ര കൊടുത്തതെന്നറിയാമോ? കർത്താവിന് എന്ന ഭാവത്തിലായിരിക്കും നമ്മളിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത് കിട്ടിയിട്ട് വേണോ കർത്താവിന് ചിലവ് കഴിയാൻ? നോ, ഇറ്റ് ഈസ് ദ അതർ വേ റൗണ്ട്. ഈ കൊടുത്തതുകൊണ്ട് കർത്താവിന് എന്തെങ്കിലും ലാഭം ഉണ്ടാവുക അല്ല ചെയ്ത്, ഐ ആം ബ്ലെസ്ഡ്. ഈ അനുഗ്രഹം തിരിച്ച് 100 മടങ്ങ് എൻ്റെ അടുത്തോട്ടല്ലേ വരുന്നത്. അപ്പം ഞാൻ കർത്താവിന് എന്തോ വലിയ കാര്യം ചെയ്യുന്നു, പാസ്റ്റർക്ക് എന്തോ വലിയ കാര്യം ചെയ്യുന്നു, സഭയ്ക്ക് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്യുന്നു. ആ രീതിയിൽ നമ്മൾ ചെയ്യരുത്. ഇത് കൊടുക്കുന്നതിലൂടെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം ആദ്യം തന്നെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? എനിക്ക് വേണ്ടി ജീവൻ തന്ന, എല്ലാം തന്ന യേശുവിനായി എന്നെ സമർപ്പിക്കും. ഇതൊക്കെ പറയുന്ന സമയത്ത് തന്നെ അതൊക്കെ ചെയ്യാട്ടോ വേണമെങ്കിൽ എന്നെ സമർപ്പിക്കും. 2, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലെ ശുശ്രൂഷ, അവർ മനുഷ്യരാണ്, കുറവുകളുള്ള പച്ച മനുഷ്യരാണ്. പക്ഷേ അവർക്കും ഇവർ ചെയ്തത് അതാണ്. ആ ശുശ്രൂഷകർക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് സബ്മിറ്റഡ് ആയി എന്നർത്ഥം. നമ്പർ 1. നമ്പർ 2,
വി ഷുഡ് ട്രൈ ടു ബി ദ ഫസ്റ്റ് ടു ഗിവ്. 2 കൊരിന്ത്യർ 8:10 പറഞ്ഞുകൊണ്ട് ഈ മക്കദോന്യ സഭകൾ ചെയ്തൊരു പരിപാടി അവർക്ക് ആദ്യം ചെയ്യണം. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ആവശ്യം അനൗൺസ് ചെയ്യുകയാണ്, ഈ മക്കദോന്യ സഭക്കാർ പറയും ഫസ്റ്റ്, വി ആർ ഫസ്റ്റ് ആദ്യം. പക്ഷേ അവർ പട്ടിണിയും പരിവട്ടമാണെന്ന് ഓർക്കണം, പക്ഷേ ആദ്യം ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും, എന്നോട് ചിലർ വന്ന് പറഞ്ഞിട്ട് പാസ്റ്ററെ ഈ മീറ്റിങ്ങൊക്കെ നടക്കട്ടെ, എന്തെങ്കിലും പോരാതെ വന്ന് എന്നോട് പറയണേ, ഞാൻ തന്നേക്കാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എന്ന് വെച്ചാൽ പൈസയ്ക്ക് തികയാതെ വന്ന് പറഞ്ഞാൽ മതി, ഞാൻ എന്താണെന്ന് വെച്ചാൽ തന്നേക്കാം. പക്ഷെ ഇവരെന്താ ചെയ്തത്? ആര് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം കൊടുത്തു. ഇതാണ് ഫസ്റ്റ് ലെവലിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. നമ്പർ 3, വി ഷുഡ് ഗിവ് സാക്രിഫിഷ്യലി. 2 കൊരിന്ത്യർ 8:2-3, മർക്കോസ് 12:41 മുതൽ 44 വരെ. ഇതൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ത്യാഗപരമായി നമ്മൾ കൊടുക്കും. എവ്രി സാക്രിഫൈസ് ഇൻവോൾവ്സ് പെയിൻ. വിതൗട്ട് പെയിൻ ദർ ഈസ് നോ സാക്രിഫൈസ്. ഇതാണ് സിസ്റ്റം. യാഗം കഴിക്കുക എന്ന് പറയും. ഇപ്പോൾ ദാവീദ് പോലും പറഞ്ഞു, ഒരാൾ ഫ്രീ ആയിട്ട് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഫ്രീ ആയിട്ട് സ്ഥലം വേണ്ട, കാരണം ഞാൻ വില മുടക്കാതെ യാഗം കഴിക്കില്ല. നമ്പർ 4, വി ഷുഡ് ഗിവ് വില്ലിംഗ്ലി. മനസ്സോടെ കൊടുക്കണം. 2 കൊരിന്ത്യർ 8:12, നിർബന്ധത്താലല്ല, മനസ്സോടെ കൊടുക്കണം. നമ്പർ 5, വി ഷുഡ് ഗിവ് ഇൻ അക്കോർഡൻസ് വിത്ത് അവർ ഇൻകം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് വരുമാനത്തിനൊത്തോണം കൊടുത്താൽ മതി. അത് നല്ലൊരു ആശ്വാസമല്ലേ അത്. അത് ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ പണ്ട് നിങ്ങൾ ചെറുപ്പത്തിലേ ഒരു കളിയുണ്ടായിരുന്നു, നിങ്ങൾ പിള്ളേരായിരുന്ന സമയത്ത്. തുമ്പിയെ പിടിക്കും. തുമ്പി അറിയോ? ഡ്രാഗൺ ഫ്ലൈ. തുമ്പിയെ പിടിച്ചിട്ട് കല്ലെടുപ്പിക്കും. ഇങ്ങനെ തുമ്പിയുടെ കാലിങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴേക്ക് കല്ല് അതുമേ പിടിക്കും. കല്ലിങ്ങനെ എടുപ്പിക്കും. കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ആ വാലേപ്പൊടി പറഞ്ഞു പോകും, ചിലപ്പോൾ ചിറക് പറഞ്ഞു പോകും. ക്രൂരമാണ്, അറിയില്ലാത്ത കാലത്ത് ചെയ്തതാണ്. ഇതുപോലെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഇനി എന്തിനാ കൊടുക്കുന്നത്? കിട്ടാൻ. കൊടുപ്പിന് എന്നാ നിങ്ങൾക്ക് കിട്ടുമെന്നല്ലോ. ഇത് യേശു തന്നെ പറഞ്ഞത്. നല്ലൊരളവ്. അതെ. എന്തിനു കൊടുക്കുന്നത്? നഷ്ടപ്പെടാനല്ല, തീർന്നു പോകാനല്ല, ഇല്ലാതാകാനല്ല, ഇങ്ങോട്ട് പിന്നെയും കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും പാനപാത്രം നിറഞ്ഞ് കവിയും. ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ ആദ്യം പഠിക്കണം. അപ്പോൾ നമ്മുടെ പിശുക്കിൻ്റെ ആത്മാവ് നമ്മൾ വിട്ടുപോകും. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ എനിക്ക് ഒന്ന് 2025 അവസാനം 2026 തുടക്കത്തിലും കർത്താവിന് ഒത്തിരി കാര്യങ്ങളിൽ എൻ്റെ മനസ്സിൽ മാറ്റങ്ങൾ വരുത്തി. അതുകൊണ്ടാണ് ഞാനിത് തുറന്നു പറയുന്നത്. ഒത്തിരി മാറ്റങ്ങൾ വരുത്തി അപ്രോച്ചിലൊക്കെ. നമ്മുടെ വരുമാനത്തിനൊത്തവണ്ണം അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി ആനുപാതികമായി. അപ്പോസ്തലപ്രവൃത്തികൾ 11:29, 1 കൊരിന്ത്യർ 16:2, 2 കൊരിന്ത്യർ 8:12, ഇതിലെല്ലാം ഈ ആനുപാതികമായി കഴിവിനൊത്തവണ്ണം കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവിടെ ആരെയും അടിച്ചമർത്തിയിരുന്നില്ലെന്നേ പുതിയ നിയമത്തിൽ. 6, വി ഷുഡ് ഗിവ് ജനറസ്ലി. അതായത് 2 കൊരിന്ത്യർ 9:6 പറയുന്നത് ജനറസ്, ഔദാര്യമായി കൊടുക്കണം. അത് ഇവിടെയാണ് പറയേണ്ടത്. ഹൃദയത്തിനകത്തൊരു സാധനം പറയാം. ഞാൻ വിശ്വസിക്കുക ഈ ടീച്ചിങ്ങിൽ ഒത്തിരി പേർ ഹാർട്ട് ഫ്രീ ആവും, ഒത്തിരി പേര് യേശുവിനെ സ്നേഹിക്കും. ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ മാറുമെന്ന് ഞാൻ പറയും. ഇപ്പം ഇതുവരെ ദശാംശം കൊടുക്കാനോ അല്ലെങ്കിൽ സ്വത്രക്കാഴ്ച കൊടുക്കാനോ ഇങ്ങനെ ഞരങ്ങി ഞെരുങ്ങി വലിഞ്ഞ് 31-ാം തീയതിയൊക്കെ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വലിച്ചാൽ കൊണ്ടെത്തിക്കുന്നത്. ഈ അവസ്ഥ മാറുമെന്ന് ഞാൻ പറയുന്നത്. ശരിക്കും ദൈവത്തിന് വേണ്ടി നിന്ന് നോക്കുക. ഈ ഹാർട്ടോടുകൂടി നിന്ന് നോക്കുക. കുടുംബങ്ങളുടെ സാമ്പത്തിക അവസ്ഥ മാറും. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ ഭയങ്കരമായ ഞെരുക്കത്തിലായിരിക്കുന്ന റിസോഴ്സസ് ഇല്ലാത്തവർക്ക് റിസോഴ്സുകൾ ഓപ്പൺ ആകും. അതിൻ്റെയൊക്കെ ഒരു പാർട്ട് കൂടിയാണെന്ന് തോന്നുന്നു ഈ ടീച്ചിങ്. എനിക്ക് അങ്ങനെ തോന്നിപ്പോകുന്നു ഇപ്പോൾ. ആത്മാവിൽ ഇങ്ങനെ തോന്നുന്നുകൊണ്ട് ഞാൻ പറയാം. നമ്പർ 7, വി ഷുഡ് ഗിവ് അക്കോർഡിംഗ് ടു വാട്ട് ഈസ് ഡിസൈഡഡ് ഇൻ അവർ ഹാർട്ട്സ്. ഹൃദയത്തിൽ തീരുമാനിച്ച പോലെ കൊടുക്കാൻ. ആരെങ്കിലും പറയുന്ന പോലെ അല്ല, എൻ്റെ ഹൃദയത്തിൽ ഞാൻ തീരുമാനിക്കണം. 2 കൊരിന്ത്യർ 9:7. അതായത് ഇവിടെ നമുക്ക് ഹൃദയത്തിൽ തീരുമാനിച്ച പോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് ഗിവിങ്ങും കൂട്ടാം. വി ഷുഡ് ഗിവ്. 8, വി ഷുഡ് ഗിവ് ചിയർഫുള്ളി. 2 കൊരിന്ത്യർ 9:7. ഞാൻ ഈ ന്യൂ ടെസ്റ്റമെൻറ്റിൽ പുതിയ നിയമവിശ്വാസികൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു, യഹൂദൻ്റെ കാര്യമല്ല പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, ആ ക്രൂശിൻ്റെ അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഇപ്പുറത്തോട്ട് ഇന്ന് ചെയ്യേണ്ട കാര്യം വ്യക്തമായിട്ട് ബൈബിളിലുണ്ടല്ലോ. അടുത്തത്, വി ഷുഡ് ഗിവ് എക്സ്പെക്റ്റൻ്റ്ലി.
അതിൻ്റെ എങ്ങനെയാണ് മലയാളം പറയാം? പ്രതീക്ഷയോടെ. പ്രതീക്ഷയോടുകൂടെ. അതായത് 2 കൊരിന്ത്യർ 9:6 മുതൽ 11 വരെ വായിക്കുമ്പോൾ ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കുന്നത് അത് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടല്ല. നേരത്തെ പറഞ്ഞില്ലേ, ആ നോട്ടിന് നോക്കി ഉമ്മ വെച്ച് ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല, പോട്ടെ, അങ്ങനെയല്ല നമ്മൾ കൊടുക്കേണ്ടത്. ഇത് വരും, അതല്ല വരാൻ പോകുന്നത് 100 മടങ്ങ്. കൊയ്ത്തായിട്ട്. ഇതാണ് വിശ്വാസികൾക്കറിയാം. ഇതാണ് പിശാച് തലയിൽ കൊണ്ടുവരുന്നത്. അയ്യോ, ഇനി ഞാനെങ്ങനെ ജീവിക്കും? ജീവൻ തന്നു, ജീവശ്വാസം തന്നു, ഇതുവരെ വളർത്തി, ഇതുവരെ നടത്തിയ കർത്താവിന് ബാക്കി നടത്താൻ കഴിവില്ലെന്നാണോ? അത്രയും കഴിവ് കെട്ടവനാണോ നമ്മുടെ ദൈവം? ഇനി പുതിയ നിയമത്തിൽ ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ഞാൻ എത്ര കാര്യം പറഞ്ഞു? 9 കാര്യം പറഞ്ഞു. ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യം. ഒന്ന്, റിലക്റ്റൻ്റ്ലി, ഞാനെങ്ങനെ പറയാം, വിമുഖതയോടെ, അറച്ചറച്ച്, മടിച്ച് കൊടുക്കരുത്. 2 കൊരിന്ത്യർ 9:7. 2, അണ്ടർ കമ്പൽഷൻ, നിർബന്ധത്താലും അരുത്. 2 കൊരിന്ത്യർ 9:7 തന്നെ, നിർബന്ധിച്ചാരും ചെയ്യരുത്. അങ്ങനെ കൊടുക്കേണ്ട സാധനമല്ല ഇത്. ഓ മൈ ഗോഡ്, ഞാൻ ഈ പറയുന്ന കാര്യം, ഈ വചനങ്ങൾ ശരിക്കും അപ്ലൈ ചെയ്യാമെങ്കിൽ സഭകൾ അനുഗ്രഹിക്കപ്പെടും. നോ, സഭകളിലുള്ള ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഭയങ്കര ദേശം അനുഗ്രഹിക്കപ്പെടും ഞാൻ പറയുന്നത്. പക്ഷേ ഇതിലോട്ട്, ഈ ടീച്ചിങ്ങിലോട്ട് പലപ്പോഴും സഭകൾ കയറിയിട്ടില്ല. യഹൂദിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുക, 10 എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇത് 10ൻ്റെ കാലം കഴിഞ്ഞെന്ന്. ഗ്രേസ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കണക്കൊന്നും പറയുന്നില്ല. ക്ഷമസിച്ച് പറഞ്ഞു, മറ്റേന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് അടിച്ച 10 അല്ലേ, 10 അടിച്ച് കഴിഞ്ഞാൽ അതങ്ങ് കൊടുത്താൽ മതി, കാര്യം തീർന്നു. ഇതിങ്ങനെ ഓപ്പണൻ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് ആകപ്പാടെ ഒരു കഴിവിനൊത്തവണ്ണം ഹൃദയത്തിൽ തോന്നിയതുപോലെ ആനുപാതികമായി ഇത് എന്താ പരിപാടി? ഇത് എപ്പോഴും ഒരു കൺഫ്യൂഷനായിട്ട് വരും. അവിടെയാണ് നമ്മൾ റോമാലേഖനം 8:14 ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാവും. അത് പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ തക്കവണ്ണം നമ്മളാകുന്നില്ലെങ്കിൽ നമ്മൾ ദൈവമക്കളല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ വളരണ്ടേ? അതിനെന്ത് ചെയ്യണം? ഇരുന്ന് പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം. അതിനിടയ്ക്ക് ഞാൻ എളുപ്പവഴി ആക്കാൻ വേണ്ടി പറയാം. നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ എന്ന് പല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചതിലൊരു എനിക്ക് ഭയങ്കരമായി തൃപ്തിയുള്ളൊരു സാധനമാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ, ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത്. ഇത് ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്, മലയാളത്തിലുണ്ട്. 30 പാഠങ്ങൾ. അതിലൊന്നിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം ഇത് അടിസ്ഥാനപരമായി വിശ്വാസികൾ പുതിയ നിയമത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് വേയ്സ് ത്രൂ വിച്ച് വി കൻ ഗിവ് ഇൻ ദ ന്യൂ ടെസ്റ്റമെൻറ്റ് കൂടെ പറയാം. അത് പറയണ്ടേ? അപ്പോൾ ഈ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഒന്ന്, ഫ്രീ വിൽ ഓഫറിങ്സ്. അതായത് 2 കൊരിന്ത്യർ 8:12-19 പറഞ്ഞിട്ടുണ്ട്. സ്വമേധാദാനങ്ങൾ സ്വമേധയായിട്ട് കൊടുക്കും. 2, സീഡ് ഓഫറിങ്. 2 കൊരിന്ത്യർ 9:6-7 പറഞ്ഞിട്ടുണ്ട്. ഒരു വിത്ത് വിതയ്ക്കുന്നത് പോലെ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എനിക്കൊരു മോളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മക്കളുണ്ട്. അവരുടെ വിദ്യാഭ്യാസത്തിന് പല ആവശ്യങ്ങൾ വരികയാണ്. കാരണം ഇപ്പോൾ ഒരാൾ 8ാം ക്ലാസ്സിലായി, ഒരാൾ 10ാം ക്ലാസ്സിലായി. ഇനി അടുത്തടുത്ത് ഇതിലോട്ട് പോവുകയാണ്. ഇനി 12 കഴിഞ്ഞ് പിന്നെ ഏതെങ്കിലും ഒരു മെഡിസിനോ അല്ലെങ്കിൽ ഇതിനൊക്കെ വിടണം. ഇപ്പോഴേ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്ത് ചെയ്യാം? ഒരു സീഡ് വിതയ്ക്കുക, ഒരു വിത്ത് വിതയ്ക്കുക. എങ്ങനെയാണ്? വിദ്യാഭ്യാസത്തിന് സ്ട്രഗിൾ ചെയ്യുന്നൊരു കുട്ടിക്ക് പുസ്തകം മേടിച്ചു കൊടുക്കുകയോ, ഒരാൾ ഫീസ് അടയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ. ഇനി എനിക്കൊരു പെൺകുട്ടിയുണ്ട്, ആവശ്യങ്ങൾ വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് എനിക്ക് പോയി കുറച്ച് ഹെൽപ്പ് ചെയ്യാം. ഇത് നേരെ എന്ത് ചെയ്യും? എൻ്റെ മകളുടെ ആവശ്യം വരുമ്പോൾ തിരിച്ചു വരും. ഇതാണ് സീഡ് ഓഫറിംഗ് എന്ന് പറയുന്നത്. അത് പലതരത്തിൽ ചെയ്യാം. അടുത്തത് ഗോഡ്സ് പോർഷൻ. ഇവിടെയാണ് ഈ ബ്ലെസ്സിംഗ് ടുഡേയിൽ ദശാംശം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല. പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സമയത്ത് നമ്മളിന്ന് ഒത്തിരി ചിന്തിച്ചു, യഹൂദന്മാരുടെ ഇത് അങ്ങനെ അല്ലെന്നും പറയുന്നു, പക്ഷേ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയും വേണം, അതിനുള്ളൊരു മുഖാന്തരം ഉണ്ടാകണം. അപ്പോഴാണ് ദൈവത്തിനായി വേർതിരിക്കുന്നൊരു ഭാഗം, അതാണ് ഗോഡ്സ് പോർഷൻ. ആ രീതിയിൽ നമുക്ക് കൊടുക്കാം എന്ന് പറയും. മത്തായി 22:21 അവിടെ പറയുന്നത് ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കട്ടെ. അപ്പോൾ ദൈവത്തിനൊരു ഭാഗമില്ലേ? അതാണ് ഗോഡ്സ് പോർഷൻ. അതിന് വചനമില്ലേ? അപ്പോൾ അത് നമ്മൾ ഹൃദയത്തിൽ നിശ്ചയിക്കുക. അതിപ്പോൾ യഹൂദന്മാർ 10 കൊടുത്തു,
ഇപ്പോൾ നമുക്ക് നമ്മുടെ കപ്പാസിറ്റി കഴിവിനൊത്തോണമല്ലോ പറഞ്ഞു. അതെ. 11 ആണെങ്കിൽ 11, 12 ആണെങ്കിൽ 12. ഞാൻ പറഞ്ഞാൽ അതിനേക്കാൾ അല്പമെങ്കിലും കൂട്ടി വെക്കുന്ന ഒരു മര്യാദയാണ്. അത് നിർബന്ധത്താലല്ല, ഹൃദയ സന്തോഷത്താൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇനിയുള്ളത് മിഷൻസിന് വേണ്ടി കൊടുക്കും. ഇപ്പോൾ ബ്ലെസ്സിംഗ് ടുഡേ മിഷൻസ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഒത്തിരി സഭകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെ വായിക്കുമ്പോൾ ഫിലിപ്പി സഭ അപ്പസ്തോലനായ പൗലോസിൻ്റെ മിഷൻസിന് സപ്പോർട്ട് ചെയ്തു. ഒറ്റ സഭയെ ചെയ്തുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ മിഷൻസിന് കൊടുക്കാം, മിഷൻ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാം. ഇനി അടുത്തത് ഫോർ ദ ഗോസ്പൽ വർക്ക് എന്ന് പറഞ്ഞൊരു കാറ്റഗറി, സുവിശേഷ വേല. മർക്കോസ് 10:29-30, ലൂക്കോസ് 8:3, ഇതിലെല്ലാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു രീതി കാണാം. അതിൽ കാശ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ലാൻഡ്, ഹൗസസ്, പ്രോപ്പർട്ടീസ്, മണി, ഗോൾഡ്, വെഹിക്കിൾസ്, എന്താണോ അതെല്ലാം കൊടുക്കാൻ പറ്റും. അതുപോലെ ലവ് ഗിഫ്റ്റ്സ് ഉണ്ട്, സ്നേഹോപഹാരമൊന്നും. യോഹന്നാൻ 12-ാം അധ്യായം 3 മുതൽ 8 വരെ വായിക്കുമ്പോൾ ഒരു മറിയ യേശുവിൻ്റെ മേൽ സ്വച്ഛ ജഡമാംസി തലൊഴിക്കുന്നത് കാണാം. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് നാൾ മുമ്പ് പ്രസംഗിച്ചു. കോസ്റ്റ്ലി, വെരി കോസ്റ്റ്ലി കൊണ്ടുവന്നൊഴിച്ചു. അപ്പോൾ അതിനെ പറയുന്നത് ലവ് ഗിഫ്റ്റ്. അത് ടൈത്താണോ, ഗോഡ്സ് പോർഷനാണ്, ഇതൊന്നുമല്ല. അവളുടെ 1 വർഷത്തെ സാലറി, വരുമാനം മൊത്തം എടുത്തിട്ടാണ് ഇത്രയും വില പിടിച്ച ഒരു തൈലം യേശുവിൻ്റെ മേൽ പൂശിയത്. ഭയങ്കര സംഭവമല്ല. അതിനെന്താ പറയുന്നത്? ലവ് ഗിഫ്റ്റ്. ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് ഭയങ്കര കർത്താവിനുള്ള സ്നേഹം വരുമോ, കർത്താവിൻ്റെ ഒരു ലവ് ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ എന്താണ് കൊടുക്കുന്നത്? നമ്മൾ തന്നെ പ്ലാൻ ചെയ്യുക കർത്താവിനുള്ള നമ്മുടെ റിലേഷൻഷിപ്പിൽ. ഇങ്ങനെയൊക്കെ നമ്മൾ വളരണ്ടേ? അല്ലെങ്കിൽ യഹൂദനെ പോലെ നമ്മൾ മതമായിട്ടിരുന്നാൽ മതിയോ? നമ്പർ 6, ചാരിറ്റബിൾ വർക്ക്സ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊടുക്കാം. ഉദാഹരണത്തിന് അപ്പോസ്തലപ്രവൃത്തികൾ 6:1, യാക്കോബിൻ്റെ ലേഖനം 1:27, അനാഥന്മാരെയും വിധവമാരുടെ അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നത്. അത് കണ്ടിട്ട് സെൽഫി എടുത്തുകൊണ്ട് പോരാനല്ല, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അതാണ് ചാരിറ്റബിൾ വർക്ക്സ്. ലൂക്കോസ് 12:33 മുതൽ 34 വരെ എന്ന് വെച്ചാൽ ദരിദ്രന്മാർ, ഇങ്ങനെയുള്ള ഒത്തിരി പേര്. 1 തിമോത്തിയോസ് 5:16 വിധവമാരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. ഇതുകൂടെ റോമാലേഖനം 12:13, ഗലാത്യ ലേഖനം 6:9 മുതൽ 10 വരെ. ഇവിടെയെല്ലാം ദൈവജനം തന്നെ ആവശ്യത്തിലിരിക്കുന്ന ദൈവജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പല പല പാറ്റേണുകളിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയും. പറ്റുവാണെങ്കിൽ ഈ ഒരു ബുക്ക് ഒരു പക്ഷേ ആമസോണിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ വരുത്തി ഇതെല്ലാം പഠിക്കണം. ഞാൻ പറയുന്നത് ഇത് ഭയങ്കര ഒരു ലിബറേഷനും ഫൈനാൻഷ്യൽ റെവല്യൂഷനും സഭകളിൽ കൊണ്ടുവരും. ഇന്ന് പോകുന്നത് പോലെ അല്ല വരാൻ പോകുന്നത്. ഭയങ്കരമായി സമ്പത്ത് ധാരാളമായി സഭയിലും വരും, ജനങ്ങളിലും വരും. എനിക്ക് തോന്നുന്നു നല്ലൊരു നീണ്ട ഒരു പ്രസംഗമായിരുന്നു. പക്ഷേ ഈ നീണ്ട ഈ ഒരു ക്ലാസ്സിലൂടെ ഒത്തിരി നീണ്ടു കിടക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് ഒത്തിരി ആളുകൾക്ക്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കിത് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. ചിലപ്പോൾ ഒരല്പം കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ഇതാണ് ഇത് ഏത് വാസ്തു പറയുന്നതാണ് ശരി. അതിനാണ് ഞാൻ പറയുന്നത്, അവരവരായി ഇന്ന് കേട്ടതെല്ലാം ഇരുന്ന്, ആദ്യമായിട്ട് കേട്ടതായിരിക്കാം, ഇരുന്ന് പഠിക്കണം. പഠിക്കുക മാത്രമല്ല, നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ സിസ്റ്റർ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഇത് നിങ്ങൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത്, MIME ഉള്ള സമയത്ത്, എപ്പോൾ നമ്മൾ സഹായത്തിന് പോകുന്നതിന് മുമ്പ് ആദ്യമേ അവർ 2 പേരും വിളിച്ചിട്ട് അവരുടെ കയ്യിൽ കാശെടുത്തോട്ട് ഓഫറിങ് ഇടണം. അപ്പോൾ അവർ തരുന്ന ദൈവത്തിന് കൊടുക്കുന്നൊരു രീതി മാതാപിതാക്കളിൽ നിന്ന് പഠിക്കണം. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഒത്തിരി പേര് ഇപ്പോൾ ഫൈനാൻഷ്യൽ സ്ട്രഗിളിലൂടെ ആയിരിക്കും പോകുന്നത്, കടത്തിലൂടെ പോകുന്നത്. ജപ്തി വന്നു എന്ത് ചെയ്യും? ഈ ജനറസ് ഗിവിങ് ഹൃദയത്തിൽ അറിയാം. ആ സീസൺ ദൈവത്തിന് മനസ്സിലാവില്ലേ? നോ പ്രോബ്ലം. അതിൽ കോൺഷ്യസ് മനസാക്ഷിയിൽ എന്നും ഇവിടെ ഇല്ലെങ്കിൽ അതിന് ദൈവത്തിന് മനസ്സിലാവും. എങ്കിൽ അതിനുള്ളിൽ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക. ദൈവം തല്ലിക്കൊല്ലാനൊന്നും പോകുന്നില്ല. അങ്ങനത്തെ ദൈവം അല്ല നമ്മുടെ ദൈവം. ഞാൻ സാധാരണ പറയുന്നത്, ഗോഡ് ഈസ് നോട്ട് എ ഫാരോ, ഹീസ് എ ഫാദർ. കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നില്ല? അവൻ ഫറവോനല്ല, ഫറവോനാണ് ടാസ്ക് മാസ്റ്റർ. ശമ്പളവും കൊടുക്കില്ല, തല്ലി ഇഷ്ടിക ചൂളയിലിട്ട് പണിയെടുപ്പിക്കുക. അങ്ങനത്തെ ദൈവമല്ല. ഗോഡ് ഈസ് എ പ്രൊവൈഡിങ് ഫാദർ. ഇതെല്ലാം കൊടുത്തിട്ടാണ് ഇത്ര നാൾ നമ്മൾ ശ്വസിച്ചത്, തിന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ആർക്കും മനസ്സാക്ഷിയിൽ ഇതും വേണ്ട. നിങ്ങൾക്ക് കൊടുക്കാനില്ലാത്തൊരു സമയത്ത് ആ സീസൺ മനസ്സിലാവും. പക്ഷെ ആ സമയത്ത് കർത്താവിനോട് എടുക്കുകയും
പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യുമ്പോൾ വഴികൾ തുറന്നു തരും. യെസ്. ഞാൻ ഒരു കാര്യം മുഖത്ത് നോക്കി പറഞ്ഞോട്ടെ, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ യെസ്. ഉപവസിക്കും, നോമ്പ് നോക്കും, പട്ടിണി കിടക്കും, പക്ഷേ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടുണ്ടാകയില്ല, മുടക്കമുണ്ടാകില്ല. ഇതാണ് എൻ്റെ വിശ്വാസം. യെസ്. ഒന്ന് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കില്ല. ഇന്നത്തെ ഈ ഒരു സന്ദേശത്തിന്റെ മുൻപാകെ ആ ഒരു ഗ്രേസ് ഗിവിങ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ കൃപയോടെ കൊടുക്കാനുള്ള അല്ലെങ്കിൽ കൊടുക്കുവാനുള്ള കൃപ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കണ്ണുകൾ അടച്ചാലും കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ കർത്താവെ, പഴയ നിയമപ്രകാരം അതിൻ്റെ അനുഷ്ഠാനങ്ങൾ അനുസരിച്ചോ അതിൻ്റെ കൽപ്പനകളോ അനുസരിച്ചിട്ടോ അല്ലല്ലോ കർത്താവെ, പുതിയ നിയമത്തിൽ നീ ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് നീ ഞങ്ങൾക്ക് എല്ലാമായി തീർന്നു. നീ ഞങ്ങൾക്ക് എല്ലാം തന്നു, അവസാനത്തുള്ളി രക്തം വരെയും തന്നു കർത്താവെ. അതുകൊണ്ട് ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് അങ്ങേക്ക് നൽകാൻ കർത്താവ് എന്ത് തന്നാൽ മതിയാകും എന്ന് പറയുന്ന ആ ഒരു മനോഭാവം ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് ഉരുവായി വരട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്നേഹത്തിൽ ചാലിച്ച ആ കൃപയുടെ കൊടുക്കൽ കർത്താവെ ഞങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എങ്ങനെ കൊടുക്കണം, ഏത് വിധത്തിൽ കൊടുക്കണം എന്നുള്ളതെല്ലാം അതത് സമയങ്ങളിൽ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ ഹേമിക്കണമേ, അതിനുള്ള പ്രേരണ ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, നന്മ ചെയ്യുവാനുള്ള ഒരു സാഹചര്യം പോലും, ഒരിടം പോലും ഞങ്ങൾക്ക് മിസ്സായി പോകരുത് കർത്താവേ. അങ്ങനെ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലെ നിത്യജീവനും അധികമായിട്ട് പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ് ഞങ്ങളോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളിപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, നന്മകൾ, ഐശ്വര്യം, സമ്പത്ത് എല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സോ ഇന്നത്തെ ഈ ടീച്ചിങ്ങിൽ നിന്നും എന്ത് മനസ്സിലായി, എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഇടുന്നത്. കൂടാതെ ഇതുപോലുള്ള മുട്ടൻ സബ്ജക്റ്റുകൾ വേറെ എന്തെങ്കിലും ഇതുപോലുള്ള സംശയം ഉളവാക്കുന്ന കട്ടപ്പുകയായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് ദയവായി കമൻറ്റ് സെക്ഷനിൽ ഇടുക. ദൈവം അനുവദിച്ച് നമുക്ക് ഇനിയുള്ള പോഡ്കാസ്റ്റുകളിൽ അത് നമുക്ക് ചർച്ച ചെയ്യാം. സോ ദിസ് ഈസ് ഓപ്പൺ ടോക്ക്. സത്യം പറയട്ടെ, ഫ്രോം ബ്ലെസ്സിങ് ടുഡേ. സീ യു നെക്സ്റ്റ് വീക്ക്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.